കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ നമുക്കറിയാലോ നമ്മുടെ LDC സിലബസിൽ കെമിസ്ട്രിയുടെ 5 ടോപ്പിക് ഉണ്ട്, പ്രധാനമായിട്ടുള്ള 5 ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ 5 ടോപ്പിക് ഉള്ളതിൽ? ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്തെ ഒരു ടോപ്പിക് നമുക്ക് ആദ്യമായിട്ട് അതിനെ തുടങ്ങി പോവാം. മൂലക വർഗീകരണം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് അതിനകത്ത്, ഇല്ലേ? മൂലക വർഗീകരണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ആ ഭാഗം തന്നെ, ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ മൂലക വർഗീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം, ആ ടോപ്പിക്കിലേക്ക് തുടങ്ങാം. അപ്പൊ എല്ലാവരും ഓക്കെ ആണ്? നമുക്ക് തുടങ്ങാം, ക്ലാസ് തുടങ്ങാം. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പോ ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മുടെ ആദ്യമായിട്ട് മൂലക വർഗീകരണം തുടക്കം കുറിച്ചത് ആരാണ്? മൂലക വർഗീകരണത്തിന് തുടക്കം കുറിച്ച സയന്റിസ്റ്റ് ആരാണ്? അറിയാമോ? മൂലക വർഗീകരണത്തിന് തുടക്കം കുറിച്ച സയന്റിസ്റ്റ് ഉണ്ടോ? ഏതെങ്കിലും പേരുകൾ അറിയാം? ഓക്കെ, ലാവോസിയർ കറക്റ്റ് ആണ്. ആന്റോണി ലാവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത്. ഓക്കെ, ആന്റോണി ലാവോസിയർ. ഓക്കെ, ഇദ്ദേഹം എങ്ങനെയാണ് മൂലകങ്ങളെ വർഗീകരിച്ചതെന്ന് അറിയാമോ? എങ്ങനെ വർഗീകരിച്ചു മൂലകങ്ങളെ ആന്റോണി ലാവോസിയർ? അറിയാമോ? എങ്ങനെയാണ് അദ്ദേഹം വർഗീകരണം നടത്തിയത്? മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അല്ലെങ്കിൽ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരണം നടത്തി. അപ്പൊ ആദ്യമായിട്ട് വർഗീകരണം തുടങ്ങിയ ആളാണ് ലാവോസിയർ. അദ്ദേഹം വർഗീകരിച്ചത് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. ഓക്കെ, ലാവോസിയറിന്റെ സമയത്ത് എത്ര മൂലകങ്ങൾ ഉണ്ടായിരുന്നു അറിയാമോ? എത്രത്തോളം മൂലകങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു? ഉണ്ടോ ആൻസർ? ഓക്കെ, 63 അല്ല, 36 അല്ല, ഒന്നുകൂടി 118 ഇപ്പോഴാണ്, അന്നത്തെ സമയത്തല്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ലാവോസിയറിന്റെ സമയത്ത് 33 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും 33ഓളം മൂലകങ്ങളാണ് ആന്റോണി ലാവോസിയറിന്റെ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനെ അദ്ദേഹം ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. ഓക്കെ, ഇനി ലാവോസിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? എന്താണ് അദ്ദേഹത്തിന്റെ വിശേഷണം? അറിയാമോ? ആന്റോണി ലാവോസിയർ ഉണ്ടോ? ഏതെങ്കിലും ആൻസർ ഉണ്ടോ? അദ്ദേഹത്തെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി. ശ്രദ്ധിക്കണം, ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആന്റോണി ലാവോസിയർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് ആന്റോണി ലാവോസിയർ ആണ്. അപ്പോൾ ആരാണ് രസതന്ത്രത്തിന്റെ പിതാവ്? ഫാദർ ഓഫ് കെമിസ്ട്രി ആരാണ്? അറിയാമോ? രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉണ്ടോ? ആൻസർ ഉണ്ടോ? ഓക്കെ, മെന്റലീവ് അല്ല, റോബർട്ട് ബോയിൽ ആണ്. റോബർട്ട് ബോയിൽ. അപ്പൊ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിൽ ആണ് എന്ന കാര്യം ഓർക്കുക. റോബർട്ട് ബോയിൽ. അപ്പൊ ഫാദർ ഓഫ് കെമിസ്ട്രി, രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ റോബർട്ട് ബോയിലും, ആധുനിക രസതന്ത്രം മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ ഉത്തരം ആന്റോണി ലാവോസിയർ ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. ആദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ചത് ലാവോസിയർ ആണ്. എങ്ങനെ വർഗീകരിച്ചു എന്ന് ചോദിച്ചാൽ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. 33ഓളം മൂലകങ്ങൾ ആ സമയത്ത്, അദ്ദേഹത്തിന്റെ സമയത്ത് 33ഓളം മൂലകങ്ങൾ ഉണ്ടായിരുന്നു. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണ് ആന്റോണി ലാവോസിയർ. അപ്പോൾ നമ്മൾ രസതന്ത്രത്തിന്റെ പിതാവ് ഓർത്തിരിക്കുക, റോബർട്ട് ബോയിൽ. ഓക്കെ, ഇനി നമ്മുടെ ആന്റോണി ലാവോസിയർ ആണ് ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങൾക്ക് പേര് നൽകിയത്. ഓർക്കുക, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ എന്ത് ചെയ്തു? പേര് നൽകി. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ആന്റോണി ലാവോസിയർ. ഓക്കെ, ഈ ഹൈഡ്രജൻ കണ്ടുപിടിച്ചാരെന്ന് അറിയാമോ? ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് നമുക്ക് പ്രിലിംസി ടോപ്പിക് ഉണ്ട്, ഹൈഡ്രജൻ ഓക്സിജനും. അത് പിന്നീട് എടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഒരുപാടുണ്ട്. അപ്പൊ ഇപ്പൊ ജസ്റ്റ് പറയാമോ ഹൈഡ്രജൻ ആരെ കണ്ടുപിടിച്ച? ഹെൻറി കാവൻഡിഷ്. ഓക്കെ, ഹൈഡ്രജൻ കണ്ടുപിടിച്ച ആളാണ് ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. ഓക്കെ, ഓക്സിജൻ കണ്ടുപിടിച്ച ആരാ? ഓക്സിജൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ജോസഫ് പ്രീസ്റ്റ്ലി. ഓക്കെ, ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. അപ്പൊ നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും പേര് കൊടുത്തതാണ് ലാവോസിയർ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കാവൻഡിഷും ഓക്സിജൻ കണ്ടുപിടിച്ചത് പ്രീസ്റ്റ്ലിയുമാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചേ, ഈ ഓക്സിജനെ
ആദ്യമായി ലബോറട്ടറിയിൽ നിർമ്മിച്ചതാരാണ്? പറയാം. ഓക്സിജനെ ആദ്യമായി ലബോറട്ടറിയിൽ നിർമ്മിച്ചത് ഉണ്ടോ? ഏതെങ്കിലും ആൻസർ ഉണ്ടോ? നിങ്ങൾ പറഞ്ഞോ ആൻസർ അറിയാമെങ്കിൽ. ഓക്കെ, ഷീലെ കറക്റ്റ് ആണ്. കാൾ ഷീലെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ കാൾ ഷീലെയാണ് ഓക്സിജനെ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ഇത്രയും പോയിന്റുകൾ ഇവിടെ ഓർക്കുക. ഹൈഡ്രജൻ ഓക്സിജൻ പേര് നൽകി ലാവോസിയ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചു കാവൻഡിഷ്. ഓക്സിജൻ ആണെങ്കിൽ ജോസഫ് പ്രീസ്ലി ആണ്. കാൾ ഷീലെ ഓക്സിജൻ ആദ്യമായി ലബോറട്ടറിയിൽ നിർമ്മിച്ചു. ഇപ്പൊ എഴുതിയ കമന്റ് കറക്റ്റ് ആണ്. ക്ലോറിൻ കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? കാൾ ഷീലെയാണ് കേട്ടോ. ക്ലോറിൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റും നമ്മുടെ കാൾ ഷീലെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം അവിടെ നോക്കുക. നമ്മൾ ബാക്കി ഭാഗത്തേക്ക് പോകാം. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയതും ആന്റോണി ലാവോസിയർ ആണ് എന്നോർക്കുക. അതുപോലെ ഇദ്ദേഹം കൊണ്ടുവന്ന സമ്പ്രദായമാണ് അളവ് തൂക്ക സമ്പ്രദായം. അപ്പോ അളവ് തൂക്ക സമ്പ്രദായം അല്ലെങ്കിൽ വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ് സിസ്റ്റം കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ആര്? ആന്റോണി ലാവോസിയ. അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ആദ്യമായി മൂലക വർഗീകരണം നടത്തി, ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. അദ്ദേഹം ആ സമയത്ത് 33ഓളം മൂലകങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത് ലാവോസിയ. ഇപ്പൊ ദാണ്ടെ അളവ് തൂക്ക സമ്പ്രദായം ആര് കൊണ്ടുവന്നതാണ്? ആന്റോണി ലാവോസിയർ ആണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ആന്റോണി ലാവോസിയറിന്റെ ബുക്കാണ്, അദ്ദേഹം വലിയ പുസ്തകമാണ് എലമെന്റ്സ് ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്നു. എലമെന്റ്സ് ഓഫ് കെമിസ്ട്രി ഓർത്തിരിക്കുക. ആന്റോണി ലാവോസിയറിന്റെ ബുക്കാണ് ഇത്, എലമെന്റ്സ് ഓഫ് കെമിസ്ട്രി. ഈ ബുക്കിനകത്താണ് അദ്ദേഹം മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ഒക്കെ വർഗീകരിച്ചിരുന്നത്. അപ്പൊ ആന്റോണി ലാവോസിയറിന്റെ ബുക്കാണ് എലമെന്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ലാവോസിയർ കൊണ്ടുവന്ന നിയമം ഏതാന്ന് പറയാമോ? ഏത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ആന്റോണി ലാവോസിയർ കൊണ്ടുവന്നത്? പറയാമോ? അറിയാം ആന്റോണി ലാവോസിയർ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ പിണ്ഡ സംരക്ഷണ നിയമം എന്നറിയപ്പെടുന്നു. പിണ്ഡ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് സംരക്ഷണ നിയമം എന്നും പറയാറുണ്ട്. ഇത്രയേ ഉള്ളൂ. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. പിണ്ഡം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്നതാണ് സ്റ്റേറ്റ്മെന്റ്. അതുകൂടി ഓർക്കുക. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്, അതായത് നിർമ്മിക്കാനും സാധിക്കില്ല, അതുപോലെ തന്നെ നോർ ബി ഡിസ്ട്രോയിഡ്, നശിപ്പിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് ആന്റോണി ലാവോസിയറിന്റെ നിയമം. പിണ്ഡം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഓക്കെ, അപ്പൊ അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നു. എലമെന്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ബുക്ക് അദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ കൊണ്ടുവന്ന നിയമമാണ് പിണ്ഡ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത്രയും പോയിന്റ് വരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ശരി. അപ്പോ ഇതുവരെയുള്ള പോയിന്റുകൾ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ഇതെല്ലാം ഓർത്തിരിക്കുക. അതുപോലെ ഇനി ഇദ്ദേഹമാണ് നമ്മളുടെ വജ്രം, ഡയമണ്ട്. വജ്രം എന്നത് കാർബണിന്റെ രൂപാന്തരമാണ് എന്നാദ്യമായി തെളിയിച്ചതും ആര് തന്നെയാണ്? ആന്റോണി ലാവോസിയർ. ഓക്കെ, ഇപ്പൊ വജ്രം എന്നത് കാർബണിന്റെ രൂപാന്തരം, അലോട്രോപ്പ്. കാർബണിന്റെ രൂപാന്തരം എന്ന് പറഞ്ഞാൽ അലോട്രോപ്പ്. ഓക്കെ, അപ്പൊ വജ്രം എന്നത് കാർബണിന്റെ അലോട്രോപ്പ് ആണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ സയന്റിസ്റ്റ് ആര് തന്നെയാണ്? ആന്റോണി ലാവോസിയർ. ഓക്കെ, അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്സിജൻ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കുക, ഓക്സിജൻ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് തെളിയിച്ചതും ആര് തന്നെയാണ്? ആന്റോണി ലാവോസിയ. ഓക്കെ, ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ അന്തരീക്ഷത്തെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞതും ആന്റോണി ലാവോസിയർ ആണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഓർക്കുക. വജ്രം എന്നത് കാർബണിന്റെ രൂപാന്തരമാണെന്ന് പറഞ്ഞു. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ് ആന്റോണി ലാവോസിയർ ആണ്. അതുപോലെ 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞനാണ് ആന്റോണി ലാവോസിയർ. ആ പോയിന്റ് കൂടി ഓർക്കുക. 1789 നടന്ന ഫ്രഞ്ച് റവല്യൂഷനിൽ കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ അതിന്റെയും ഉത്തരം ആര് തന്നെയാണ്? ആന്റോണി ലാവോസിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് ആന്റോണി ലാവോസിയർ. എങ്ങനെയെന്ന് ചോദിച്ചാൽ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ആദ്യമായി വർഗീകരിച്ചു. ആ ഒരു സമയത്ത് 33ഓളം മൂലകങ്ങൾ ഉണ്ടായിരുന്നു. 33 എലമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹമാണ് ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയത്.
ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്സിജൻ ആണെങ്കിൽ ജോസഫ് പ്രീസ്റ്റ്ലി. ഓക്സിജനെ ആദ്യമായി ലബോറട്ടറിയിൽ നിർമ്മിച്ചത് കോൾ ഷീലയാണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ആന്റോണി ലാവോസിയർ. അപ്പൊ നമ്മൾ ഓർക്കണം, രസതന്ത്രത്തിന്റെ പിതാവാണ് ചോദിക്കുന്നതെങ്കിൽ റോബർട്ട് ബോയിൽ വേണം എഴുതാനായിട്ട്. അതുപോലെ വജ്രം എന്നത് കാർബണിന്റെ രൂപാന്തരമാണ് എന്ന് തെളിയിച്ചത് ലാവോസിയർ ആണ്. അതിനു മുമ്പ് നമ്മൾ പഠിച്ചു അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നത് ലാവോസിയർ ആണ്. അതുപോലെ പിണ്ഡ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതും കൊണ്ടുവന്ന ആരാണ്? ആന്റോണി ലാവോസിയർ. അതുപോലെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് തെളിയിച്ചതും ലാവോസിയർ ആണ്. അതുപോലെ 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായി. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും വരെ പോയിന്റ്സ്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ആന്റോണി ലാവോസിയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റിന്റെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പോയിന്റ് പഠിച്ചത്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ കിട്ടുന്നുണ്ടോ? ഓക്കെ, സൗണ്ട് ഓക്കെ ആണ് മാഷേ, റെഡി ഓക്കെ ആണ്. സോറി സാർ, ഒരു ഡിലേ വന്നു പോയതാ കേട്ടോ, പ്രോബ്ലം വന്നു പോയത്. ഓക്കെ, ഫോൺ വീണു പോയല്ലേ? ഓക്കെ, അത് തന്നെ. ഇപ്പൊ ശരിയായോ? ഓക്കെ അല്ലേ? ഓ ശരിയാണ്. അപ്പോ നമ്മൾ ഇത്രയും വരെ പോയിന്റ് ആണ് പറഞ്ഞത്. 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ ലാവോസിയർ കൊല്ലപ്പെട്ടു. ഓക്കെ, അപ്പോ ഇനി ഒരു ചോദ്യം ചോദിക്കാം, ശ്രദ്ധിച്ചേ. നമ്മുടെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് തെളിയിച്ചത് ഏത് സയന്റിസ്റ്റ് എന്ന് പറയാമോ? ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെയാണ്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച സയന്റിസ്റ്റ് ആരാണ്? അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് തെളിയിച്ചത് ഹംഫ്രി ഡേവി അല്ല. ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. ഹൈഡ്രജനും ഓക്സിജനും, ഹംഫ്രി ഡേവി പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ഒരു കാര്യം പറയാം. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, കറക്റ്റ് ആണ്, ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. ഹൈഡ്രജൻ കണ്ടുപിടിച്ച ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോൾ എന്തുണ്ടാകുന്നു? വാട്ടർ ഉണ്ട്. H2+O2 gives H2O, അല്ലെങ്കിൽ ജലം എന്നുള്ള ഇത് പറഞ്ഞ് തെളിയിച്ചവരാണ് ഹെൻറി കാവൻഡിഷ് ആണ്. ഇനി ഹംഫ്രി ഡേവി പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, ജലത്തിലേക്ക് വൈദ്യുതി കടത്തിവിട്ടാൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറും എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഹംഫ്രി ഡേവി. ഒന്നുകൂടി പറയാം, ജലത്തിനകത്തേക്ക് വൈദ്യുതി കടത്തിവിടുകയാണെങ്കിൽ ജലം എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും, വാട്ടർ വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ആര്? ഹംഫ്രി ഡേവി. ഓക്കെ, അപ്പോ ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങളും? ഒന്ന്, ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ ജലം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഹെൻറി കാവൻഡിഷ് ആണ്. അതുപോലെ ജലത്തിനകത്തേക്ക് വൈദ്യുതി കടത്തിവിട്ടാൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറും എന്ന് പറഞ്ഞതാണ് ആര്? നമ്മളുടെ ഹംഫ്രി ഡേവി. ഓക്കെ, ഈ രണ്ട് പോയിന്റും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ മൂലക വർഗീകരണം എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആന്റോണി ലാവോസിയറിന്റെ വർഗീകരണം നമ്മൾ പറഞ്ഞു. അതിനുശേഷം അപ്പോ ഇദ്ദേഹം കുറച്ച് മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും അറേഞ്ച് ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് ചില മൂലകങ്ങൾക്ക് ലോഹ സ്വഭാവമുണ്ട്, അലോഹ സ്വഭാവമുണ്ട്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഒന്നും ആകത്തില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു നിയമം ഉപയോഗിച്ച് ആദ്യമായി ഒരു സയന്റിസ്റ്റ് ക്ലാസിഫിക്കേഷൻ നടത്തി. അതേത് നിയമമാണെന്ന് പറയാമോ? അല്ലെങ്കിൽ ആ സയന്റിസ്റ്റിന്റെ പേര്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ പറയുക. ആദ്യമായിട്ട് ഒരു നിയമം ഉപയോഗിച്ച് വർഗീകരണം നടത്തിയത് ആരാണ്? ഉണ്ടോ ഏതെങ്കിലും ആൻസർ? ആദ്യമായി ഒരു നിയമം ഉപയോഗിച്ച് മൂലകങ്ങളെ വർഗീകരിച്ചത് മെന്റലീവ് അല്ല, ഫസ്റ്റ് ടൈം മെന്റലീവ് അല്ല. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് നിയമം കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് ഡോബറേനിയർ എന്നാണ്. ഓർക്കുക, ആദ്യമായിട്ട് നിയമം അല്ലെങ്കിൽ ഒരു വർഗീകരണ നിയമം കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ഡോബറേനിയർ. ഓക്കെ,
ഇദ്ദേഹത്തിന്റെ നിയമം അറിയപ്പെടുന്നത് ലോ ഓഫ് ട്രയാഡ്സ് എന്നാണ്. ലോ ഓഫ് ട്രയാഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിലാണെങ്കിൽ ത്രികങ്ങൾ എന്ന് പറയുന്നു. അപ്പോ ത്രികങ്ങൾ എന്ന നിയമം കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ആര്? ഡോബറേനിയർ. ഓക്കെ, അപ്പൊ ഡോബറേനിയർ കൊണ്ടുവന്ന നിയമമാണ് ലോ ഓഫ് ട്രയാഡ്സ്. മലയാളത്തിൽ എന്ത് പറയുന്നു? ത്രികങ്ങൾ എന്ന് പറയുന്നു. ഈ നിയമം നിലവിൽ വന്ന വർഷം 1817 1817 നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും അറിയാമോ എന്താണ് ട്രയാഡ് നിയമം അല്ലെങ്കിൽ ത്രികങ്ങൾ എന്ന നിയമത്തിലൂടെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, പറയാം. അപ്പോ ഒരു ത്രികം എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട്, ത്രികം അല്ലെങ്കിൽ ട്രയാഡ് എന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് 3 മൂലകങ്ങൾ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കണം, ഒരു ത്രികത്തിനകത്ത് 3 മൂലകങ്ങൾ ഉണ്ടായിരിക്കും. ഇനി അദ്ദേഹം പറഞ്ഞ കണ്ടീഷനാണ് പറയാൻ പോകുന്നത്. ആ ത്രികത്തിനകത്തെ രണ്ടാമത്തെ മൂലകത്തിന്റെ അറ്റോമിക് മാസ് എന്നത്, സെക്കൻഡ് എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്നത് ആദ്യത്തെയും അവസാനത്തെയും മൂലകങ്ങളുടെ മാസിന്റെ ശരാശരി ആയിരിക്കും എന്നാണ് ആര് പറഞ്ഞത്? ഡോബറേനിയർ. ഒന്നുകൂടി പറയാം, ഒരു ത്രികത്തിനകത്ത് 3 മൂലകങ്ങൾ ഉണ്ടായിരിക്കും. ജസ്റ്റ് എക്സാമ്പിൾ നോക്കുക, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതൊരു ട്രയാഡ് ആണെന്ന് വിചാരിക്കുക. ലിഥിയത്തിന്റെ മാസ് 7, സോഡിയം 23, പൊട്ടാസ്യം 39 ആണ് അറ്റോമിക് മാസ്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറഞ്ഞ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, ഒരു ത്രികം ത്രികമാകണമെങ്കിൽ അതിലെ രണ്ടാമത്തെ മൂലകത്തിന്റെ മാസ് എന്ന് പറയുന്നത് ആദ്യത്തെയും അവസാനത്തെയും മൂലകങ്ങളുടെ മാസിന്റെ ശരാശരി ആയിരിക്കണം. നമുക്ക് ശരാശരി കാണാൻ അറിയാം, ആവറേജ് കാണാൻ അറിയാം. 7 + 39/2 = 46/2 എന്ന് വരും. ആൻസർ 23. ഈ 23 തന്നെയാണ് ആരുടെ മാസ്? ഓക്കെ, അപ്പൊ ആ മാസ് തന്നെയാണ് നമ്മുടെ രണ്ടാമത് കിടക്കുന്ന മൂലകത്തിന്റെ മാസ്. അപ്പൊ അതുകൊണ്ട് ഈ നിയമം എന്താകുന്നു? സാറ്റിസ്ഫൈഡ് ആകുന്നു. അപ്പൊ മനസ്സിലായോ? ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ത്രികങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഓർത്തിരിക്കണം, ആദ്യമായിട്ട് വന്ന ഒരു നിയമം ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ത്രികങ്ങൾ. കൊണ്ടുവന്ന ആളുടെ പേര് ഡോബറേനിയർ ആണ്. ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങളാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്. ത്രികങ്ങൾ എന്നുള്ളത് ആരുടെ നിയമമാണെന്നുള്ളത്? ഡോബറേനിയർ. വർഷം 1817. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ 4 ട്രയാഡുകൾ തരാം. ട്രയാഡുകൾ തന്നിട്ട് ഇതിൽ കൃത്യമായി ട്രയാഡ് നിയമം അല്ലെങ്കിൽ ത്രികങ്ങൾ പാലിക്കുന്നത് ഏത്, പാലിക്കാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ട്രയാഡുകളിൽ ഒന്നാമത്തെ മൂന്നാമത്തെ എലമെന്റിന്റെ മാസുകൾ കൂട്ടിയിട്ട് ആവറേജ് എടുക്കണം. അപ്പോൾ സെക്കൻഡ് എലമെന്റിന്റെ മാസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രയാഡ് നിയമം പാലിക്കുന്നു, ഇല്ലെങ്കിൽ പാലിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് ട്രയാഡ് നിയമങ്ങളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അടുത്തത് ആരുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാമോ? ട്രയാഡ് നിയമം കഴിഞ്ഞു, അടുത്തത് നെക്സ്റ്റ് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ന്യൂലാൻഡ്. ഓക്കെ, അപ്പോ ട്രയാഡ് നിയമം കഴിഞ്ഞാൽ അടുത്ത നിയമം കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ജോൺ ന്യൂലാൻഡ്സ്. ഓക്കെ, നിയമത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? ഏത് നിയമമാണ്? അഷ്ടക നിയമം. ഓക്കെ, ജോൺ ന്യൂലാൻഡ്സ് ആണ് നിയമം കൊണ്ടുവന്നത്. നിയമത്തിന്റെ പേരാണ് അഷ്ടക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഒക്ടേവ്സ്. ഓക്കെ, മലയാളത്തിൽ അതിന് അഷ്ടകം. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഇപ്പോൾ നമ്മുടെ പുസ്തകത്തിനകത്ത് അഷ്ടമ നിയമം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അഷ്ടമം എന്നാണ്. അഷ്ടകം കായല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അഷ്ടമ നിയമം എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. ജോൺ ന്യൂലാൻഡ്, ലോ ഓഫ് ഒക്ടേവ്സ്, അഷ്ടമ നിയമം. നിയമം നിലവിൽ വന്ന വർഷം അറിയാമോ ആർക്കെങ്കിലും? ഏത് വർഷമാണ് അഷ്ടക നിയമം നിലവിൽ വന്നെന്നുള്ളത്? 1866. കറക്റ്റ് ആണ്. 1866 നമ്മളുടെ അഷ്ടമ നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, ഈ നിയമം എന്തുമായിട്ടാണ് താരതമ്യം ചെയ്തതെന്ന് പറയാമോ? എന്തുമായി താരതമ്യം ചെയ്യപ്പെട്ട നിയമമാണ് അഷ്ടമ നിയമം എന്ന് പറയാമോ? ഏതുമായിട്ടാണ്? മ്യൂസിക്. ഓക്കെ, മ്യൂസിക്കൽ നോട്ട്സ് അല്ലെങ്കിൽ സംഗീത സ്വരങ്ങൾ. അപ്പോ സംഗീത സ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്യപ്പെട്ട നിയമമാണ് ഇത്? അഷ്ടക നിയമം അല്ലെങ്കിൽ അഷ്ടമ നിയമം. അപ്പൊ ഒന്നുകൂടി നോക്കുക, ജോൺ ന്യൂലാൻഡിന്റെ നിയമമാണ് ലോ ഓഫ് ഒക്ടേവ്സ് അല്ലെങ്കിൽ അഷ്ടമ നിയമം. നിലവിൽ വന്ന വർഷമാണ് 1866. സംഗീതത്തിലെ സ്വരങ്ങളുമായി താരതമ്യം ചെയ്യപ്പെട്ട നിയമം.
അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ നിയമത്തിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഓർത്തിരുന്നാൽ മൂലകങ്ങളെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ, ഇൻക്രീസിങ് ഓർഡർ എന്ന് ഓർക്കുക, മൂലകങ്ങളെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ഒന്നാമത്തെ മൂലകത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എട്ടാമത് വരുന്ന മൂലകം കാണിക്കും. അതായത് ഇപ്പം മ്യൂസിക്കൽ നോട്ട്സ് നമുക്കറിയാം 7 സ്വരങ്ങളെ ഉള്ളൂ, സരിഗമ പദനി വരെ സ്വരങ്ങളുള്ളൂ. പക്ഷെ സരിഗമ പദനിസ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്വരം എന്ത് ചെയ്യുകയാണ്, എട്ടാമത് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് താരതമ്യം ചെയ്താണ് ന്യൂലാൻഡ് നിയമം കൊണ്ടുവന്നത്. മൂലകങ്ങളെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ഒന്നാമത്തെ മൂലകത്തിന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ടോ അത് എട്ടാമത് വരുന്ന മൂലകം റിപ്പീറ്റ് ചെയ്യും. അതുപോലെ രണ്ടാമത്തെ മൂലകത്തിന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ടോ അത് 9ാമത് വരുന്ന മൂലകം റിപ്പീറ്റ് ചെയ്യും. എന്നിങ്ങനെ പോകുമെന്നാണ് ആര് പറഞ്ഞത്, ജോൺ ന്യൂലാൻഡ് തന്റെ അഷ്ടമ നിയമത്തിലൂടെ പറഞ്ഞത്. നിയമം എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ ആണോ? അഷ്ടമ നിയമം മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പോ അങ്ങനെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളുടെ അഷ്ടമ നിയമം. ഇനി ഈ നിയമത്തിലൂടെയും എല്ലാം ഒന്നും ക്ലാസിഫൈ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അടുത്ത ചോദ്യം വരാം, ന്യൂലാൻഡ് ഏത് മൂലകം വരെയാണ് വർഗീകരണം നടത്തിയത്? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ അഷ്ടമ നിയമം ഏത് മൂലകം വരെ കൃത്യത പാലിക്കുന്നു? പറയാമോ? ഏത് മൂലകം വരെയാണ് അഷ്ടമ നിയമം കൃത്യത പാലിക്കുന്നത്? ഓക്കെ, കാൽസ്യം വരെ. കറക്റ്റ് ആണ്. കാൽസ്യം എന്ന മൂലകം വരെ അറേഞ്ച് ചെയ്യാൻ മാത്രമേ ആർക്ക് സാധിച്ചുള്ളൂ? ജോൺ ന്യൂലാൻഡിന്. അത് കഴിഞ്ഞു വരുന്ന എലമെന്റ് തൊട്ട് ഈ നിയമം എന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് പാലിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ പ്രധാന ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞു. ജോൺ ന്യൂലാൻഡ് ആണ് കൊണ്ടുവന്നത്. നിയമത്തിന്റെ പേര് അഷ്ടമ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ്. വർഷം 1866. സംഗീതത്തിന്റെ സ്വരങ്ങളുമായിട്ടാണ് എന്ത് ചെയ്തത്, താരതമ്യം ചെയ്തത്. അങ്ങനെ ഈ നിയമം ഏത് മൂലകം വരെ, കാൽസ്യം വരെ അറേഞ്ച് ചെയ്യാൻ മാത്രമേ ആർക്ക് സാധിച്ചുള്ളൂ? ജോൺ ന്യൂലാൻഡിന്. ഓക്കെ, അപ്പൊ ആ നിയമവും കഴിഞ്ഞു. അപ്പൊ 2 നിയമങ്ങൾ പഠിച്ചു, അഷ്ടക നിയമവും അതുപോലെ തന്നെ ത്രികങ്ങളും പഠിച്ചു. ഇനി അടുത്തത് ഏത് നിയമമാണെന്ന് പറയാമോ? ഏത് ക്ലാസിഫിക്കേഷൻ ആണെന്ന്? ഓക്കെ, ലോതർ അല്ല. ലോതർ മുമ്പ് മെന്റലീവ് ആണ്. അപ്പൊ അടുത്ത നിയമം നമ്മുടെ അഷ്ടക നിയമം കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വന്ന വളരെ പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് മെന്റലീവിൻ്റെതാണ്. മെന്റലീവ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് അറിയാമോ? മെന്റലീവിന്റെ നിയമം നിലവിൽ വന്ന വർഷം ഉണ്ടോ? ഏതെങ്കിലും ആൻസർ ഉണ്ടോ? മെന്റലീവിന്റെ റൂൾ. ഓക്കെ, 1869. കറക്റ്റ് ആണ്. 1869 മെന്റലീവിന്റെ നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, ആ നിയമത്തിന്റെ പേരെന്താണ്? മെന്റലീവിന്റെ നിയമത്തിന്റെ പേരറിയാമോ? അത് നിയമം എന്താന്നുള്ളതാണ് അറ്റോമിക മാസിന്റെ എന്നുള്ളത്. ഓക്കെ, നിയമത്തിന്റെ പേര് പീരിയോഡിക് ലോ അല്ലെങ്കിൽ ആവർത്തന നിയമം, അതുമല്ലെങ്കിൽ ക്രമാവർത്തന നിയമം എന്നൊക്കെ അറിയപ്പെടുന്നത് മെന്റലീവിന്റെ നിയമമാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പൊ ചോദിക്കുമ്പോ ക്രമാവർത്തന നിയമം കൊണ്ടുവന്നത് ആര് എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ ഉത്തരം മെന്റലീവ് ആണെന്ന് ഓർക്കുക. ക്രമാവർത്തനമെന്നോ ആവർത്തന നിയമമെന്നോ ചോദിച്ചാലും മെന്റലീവ്. ഓക്കെ, പീരിയോഡിക് ലോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പൊ നേരത്തെ കമന്റിൽ പറഞ്ഞ പോലെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ മൂലകങ്ങളെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചു. ഓക്കെ, മൂലകങ്ങൾ എന്ത് ചെയ്തു? അറ്റോമിക് മാസ്, മൂലകങ്ങളെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ച സയന്റിസ്റ്റ് ആണ് ആര്? മെന്റലീവ്. നേരത്തെ ജോൺ ന്യൂലാൻഡും അത് തന്നെയാണ് ചെയ്തത്. പക്ഷെ അവിടെ കണ്ടീഷൻ വെച്ച് എന്താണ്, ഫസ്റ്റ് എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യണം? 8th എലമെന്റ് കാണിക്കണം. ഇവിടെ അങ്ങനൊന്നുമില്ല. only in the increasing order of atomic mass. അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് മെന്റലീവ്. ഓക്കെ, അങ്ങനെ ആദ്യമായിട്ട് ഒരു പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആര് തന്നെയാണ്? മെന്റലീവ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോ ഈ പഠിക്കുന്നത്, അതായത് നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നതിനെയും നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും പീരിയോഡിക് ടേബിൾ എന്ന്. പക്ഷെ അതിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഈ ടോപ്പിക്ക് പഠിക്കുമ്പോഴെങ്കിലും അത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ പുസ്തകങ്ങളിലുള്ള പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്, ആധുനിക ആവർത്തന പട്ടികയാണ്. അപ്പോൾ വെറുതെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആവർത്തന പട്ടിക നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അത് പീരിയോഡിക് ടേബിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ആ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മെന്റലീവ് ആണ് കൊണ്ടുവന്നത്. അതിന്റെ വർഷം 1869 ആണ്. അപ്പൊ നമ്മളുടെയൊക്കെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ ആധുനികമാണ്, മോഡേൺ പീരിയോഡിക് ടേബിൾ ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഒരു പീരിയോഡിക് ടേബിൾ മെന്റലീവ് കൊണ്ടുവന്നത് കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ
ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആവർത്തന പട്ടികയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് ആര്? മെൻഡലീവ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. മെൻഡലീവിന്റെ നിയമം 1869 മൂലകങ്ങളെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ എഴുതി. അദ്ദേഹം ആദ്യമായിട്ടൊരു പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ആവർത്തന പട്ടികയുടെ പിതാവ്, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നമ്മളുടെ 1869 വെച്ചിട്ട് ഓർക്കുക, ഇതിന്റെ കഴിഞ്ഞു പോയ നമ്മുടെ വർഷം 2019 എന്ന് പറയുന്നത് മെൻഡലീവ് തന്റെ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നതിന്റെ 150ാമത് വാർഷികമായിരുന്നു. അപ്പോൾ ഈ വർഷത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു പറയാമോ? 2019 എങ്ങനെയാണ് ആഘോഷിച്ചിരുന്നത്? കെമിസ്ട്രിയിൽ അറിയാമോ ആർക്കെങ്കിലും? 2019 കെമിസ്ട്രി എന്നല്ല, ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയിരുന്നു 2019 എന്ന് ഓർക്കുക. ഓക്കെ, 2019 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടികയുടെ അന്താരാഷ്ട്ര വർഷം എന്നായിരുന്നു 2019 കൺസിഡർ ചെയ്തിരുന്നത്. അതിന്റെ കാരണം 1869 എന്നുള്ള 150ാമത് വാർഷികമായിരുന്നു 2019. അങ്ങനെ 2019 നമ്മളുടെ ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും വരെ പറഞ്ഞ പോയിന്റുകൾ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അതെ, ബാക്കി പോയിന്റ്സ് ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതുവരെ ഓക്കെ ആണെങ്കിൽ ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ മെൻഡലീവ് എന്ത് കൊണ്ടുവന്നു? പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നു. ആ പീരിയോഡിക് ടേബിളിൽ മെൻഡലീവ് എത്ര മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരുന്നു? 63 മൂലകങ്ങൾ. നേരത്തെ കമന്റിൽ പറഞ്ഞ പോലെ 63 മൂലകങ്ങളായിരുന്നു മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, 63ഓളം മൂലകങ്ങൾക്ക് അദ്ദേഹം സ്ഥാനം കൊടുത്തിരുന്നു. ഇനി മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പും പീരീഡും ഉണ്ടായിരുന്നോ? ഗ്രൂപ്പുകളും പീരീഡുകളും ഉണ്ടായിരുന്നോ? ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ ഗ്രൂപ്പും പീരീഡും എന്താണെന്ന് അറിയാമല്ലോ അല്ലെ? പീരിയോഡിക് ടേബിളിനകത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ട ഇതൊരു പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ വെർട്ടിക്കലി താഴോട്ട് കാണുന്ന കോളങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു. അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ട് കാണുന്ന റോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പീരീഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ കോളംസ് ഗ്രൂപ്പും ഹൊറിസോണ്ടൽ റോസ് പീരീഡ്സും ആണ്. അപ്പൊ മെൻഡലീവിന്റെ ടേബിളിൽ ഇങ്ങനെ ഗ്രൂപ്പും പീരീഡും ഉണ്ടായിരുന്നെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു പറയാമോ? 18 ഗ്രൂപ്പ് ഇല്ല. ഓക്കെ, 7 പീരീഡും 8 ഗ്രൂപ്പുകളും കറക്റ്റ് ആണ്. അപ്പൊ ഓർക്കണം, മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ ഉണ്ടായിരുന്ന ഗ്രൂപ്പുകളുടെ എണ്ണം 8 ആണ്, ഉണ്ടായിരുന്ന പീരീഡുകൾ 7 പീരീഡാണ്. അപ്പൊ 8 ഗ്രൂപ്പിലും 7 പീരീഡിലുമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള മെൻഡലീവിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് അറിയാനുള്ളത്. ഒന്നുകൂടി പറയാം. വർഷം ഓർക്കണം, 1869 ആണ്. അന്നാണ് ആവർത്തന നിയമം നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു ആവർത്തന പട്ടിക നിലവിൽ വരുന്നതും 1869 ആദ്യമായിട്ട് കൊണ്ടുവന്നത് മെൻഡലീവ് ആയതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടികയുടെ പിതാവ് എന്നാണ് നമ്മൾ വിളിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിയമം അറിയപ്പെടുന്നത് ക്രമാവർത്തന നിയമം. മൂലകങ്ങളെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചു. എത്ര മൂലകങ്ങൾ എന്ന് ചോദിച്ചാൽ 63ഓളം മൂലകങ്ങളെ വർഗീകരിച്ചു. എങ്ങനെയെന്ന് ചോദിച്ചാൽ 8 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമായിട്ടാണ് വർഗീകരിച്ചത്. അതുപോലെ 1869ന്റെ 150ാം വാർഷികമായിരുന്നു 2019. അത് ഇന്റർനാഷണൽ ഇയർ ഓഫ് പീരിയോഡിക് ടേബിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇതുവരെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ആന്റോണി ലാവോസിയറിന്റെ തൊട്ടിട്ട് മെൻഡലീവിന്റെ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ അതിനകത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? കമന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ലാവോസിയർ തൊട്ട് മെൻഡലീവ് വരെയുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ അതിനകത്ത് പല പല പോയിന്റ്സ് ഉണ്ട്, തെറ്റിപ്പോവാതെ ആലോചിച്ച് പറയണം. അപ്പൊ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൈഡ്രജന് പേര് കൊടുത്ത സയന്റിസ്റ്റ് ആരാണ് പറയാമോ? ഹൈഡ്രജന് പേര് കൊടുത്തത്? ഓക്കെ, ആന്റോണി ലാവോസിയർ. അപ്പൊ ഹൈഡ്രജന് പേര് കൊടുത്തത് ലാവോസിയർ. ഓക്കെ, നമ്മുടെ ക്ലോറിൻ കണ്ടുപിടിച്ചത് ആരാ? ക്ലോറിൻ കണ്ടുപിടിച്ചു. ഓക്കെ, കോൾഷീലെ. ക്ലോറിൻ കണ്ടുപിടിച്ചത് കോൾഷീലെ. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞനാരാ? ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ടത് ആന്റോണി ലാവോസിയർ. നടന്ന വർഷം ഏതാ ഫ്രഞ്ച് വിപ്ലവം നടന്നത്? ഏത് വർഷമായിരുന്നു? 1789. ഓക്കെ, ട്രയാഡ് നിയമം കൊണ്ടുവന്നത് ആരാ?
ട്രയാഡ് നിയമം. ട്രയാഡ് നിയമം ഡോബറേനിയർ. ഓക്കെ, ട്രയാഡ് ഡോബറേനിയർ ആണ്, ന്യൂലാൻഡ് അല്ല, ലാവോസിയർ അല്ല. ആൻസർ ഡോബറേനിയർ ആണ്. ഓക്കെ, അഷ്ടമ നിയമം നിലവിൽ വന്ന വർഷം ഏതാ? അഷ്ടമ നിയമം 1866 ആണ്. ഓക്കെ, 1866. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, മൂലകങ്ങളെ ആദ്യമായി അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചതാരാ? മൂലകങ്ങളെ ആദ്യമായി അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചത്. ഓക്കെ, എല്ലാവരുടെയും ഉത്തരം മെന്റലീവ് ആണെങ്കിൽ ഉത്തരം തെറ്റാണ്, ഓർത്തിരിക്കണം. ചോദ്യം ശ്രദ്ധിക്കുക. മൂലകങ്ങളെ ആദ്യമായി അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ വർഗീകരിച്ചത് ആരാണ്? അതിന്റെ ഉത്തരം ജോൺ ന്യൂലാൻഡ്സ് ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ മോസ്റ്റ്ലി ഒന്നും ഇവിടെ വന്നിട്ടേ ഇല്ല കേട്ടോ. നമ്മൾ പഠിച്ചതിനകത്തേ ഇല്ല, നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് മാത്രമേ ചോദിക്കുന്നത്. അപ്പൊ മൂലകങ്ങളെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമത്തിൽ ആദ്യമായി വർഗീകരിച്ചത് ജോൺ ന്യൂലാൻഡ് ആണ്. മെന്റലീവ് അതിനു ശേഷമാണ് നിയമം കൊണ്ടുവരുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പഠിച്ചിട്ടിരിക്കുകയാണ്, ആലോചിച്ച് നോക്കി ഉത്തരം എഴുതുക. ഓക്കെ, മെന്റലീവിന്റെ ആവർത്തന പട്ടികയിൽ എത്ര മൂലകങ്ങൾ ഉണ്ടായിരുന്നു? മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങൾ? ഓക്കെ, 63. നമ്മുടെ ആന്റോണി ലാവോസിയറുടെ സമയത്ത് എത്ര മൂലകങ്ങൾ ഉണ്ടായിരുന്നു? ആന്റോണി ലാവോസിയർ 33 മൂലകങ്ങളാണ്. ഓക്കെ, രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിൽ. ഓക്കെ, വീണ്ടും ആരോ ലാവോസിയർ എന്ന് എഴുതിയിട്ടുണ്ട്. ലാവോസിയർ അല്ല, അവിടെ തെറ്റിക്കരുത്. ലാവോസിയർ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണ്. നമ്മൾ വെറും രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചോളൂ, അതിന്റെ ഉത്തരം റോബർട്ട് ബോയിൽ ആണ്. ഓക്കെ, ഇനി അതുപോലെ വജ്രം എന്നത് കാർബണിന്റെ രൂപാന്തരമാണെന്ന് പറഞ്ഞത് ആരാ? വജ്രം കാർബണിന്റെ അലോട്രോപ്പ് ആണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഓക്കെ, ആന്റോണി ലാവോസിയർ. മതി. അപ്പോ ഇത്രയും കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചോളൂ. കുറച്ച് ഭാഗത്തുനിന്ന് തന്നെ ഏകദേശം 1-2 നെഗറ്റീവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പഠിച്ചു നിർത്തിയ ഭാഗമാണ്. അപ്പൊ അത് അത്രയും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ആ ചോദ്യങ്ങൾ ഇതിപ്പോ നമ്മൾ പഠിച്ചു നിർത്തിയപ്പോൾ തന്നെ ഇത്രയും നെഗറ്റീവ് വന്നെങ്കിൽ ഒരു ഗ്യാപ്പ് കൂടി കഴിയുമ്പോൾ നമ്മൾ ഓർത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മാർക്ക് പോകും. പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. അതാണ് ഈ ഭാഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും. അത് നമ്മൾ ചോദ്യം വായിക്കാതെ, എന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ പകുതിയെ കാണത്തുള്ളൂ. ഈ നേരത്തെ പറഞ്ഞ രസതന്ത്ര നമ്മൾ മുന്നിലായിരുന്നോ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പൊ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ വരെ നമ്മൾ പഠിച്ചു. അപ്പൊ അത്രയും വലിയൊരു ക്ലാസിഫിക്കേഷൻ, വളരെ മേജർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് മെന്റലീവ് നടത്തിയത്, വർഗീകരണം നടത്തി. പക്ഷെ അതും അക്സെപ്റ്റബിൾ ആയില്ല. നമുക്കറിയാമല്ലോ, ഹംഫ്രി ഡേവി കിട്ടിയില്ല. ലാസ്റ്റ് പോയിന്റ് ഹംഫ്രി ഡേവിയുടെ പോയിന്റ് നമ്മൾ പറഞ്ഞ ഒരൊറ്റ പോയിന്റ് ഇവിടെ ഇതുവരെയും പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മുടെ ജലത്തിനകത്തേക്ക് വൈദ്യുതി കടത്തിവിട്ടാൽ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഹംഫ്രി ഡേവിയുടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. കിട്ടിയോ അത്? വാട്ടറിനകത്തേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടുകയാണെങ്കിൽ വാട്ടർ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അതുപോലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. അത് പറഞ്ഞത് ഹെൻറി കാവൻഡിഷ് ആണ്. പിന്നെ ഓക്കെ, നിങ്ങൾ ഒന്ന് രണ്ട് പോയിന്റ് കൂടി നോട്ട് ചെയ്തോ. ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ ക്ലോറിൻ കണ്ടുപിടിച്ചത് കാൾ ഷീലയാണ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ ക്ലോറിന് പേര് കൊടുത്തത് ആരാന്നറിയാമോ? ക്ലോറിന് പേര് നൽകിയ സയന്റിസ്റ്റ്. ക്ലോറിന് പേര് നൽകിയ സയന്റിസ്റ്റ് ഏതെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ക്ലോറിന് പേര് കൊടുത്തത്? ഓക്കെ, ഇല്ല. മെന്റലീവിന്റെ ടേബിളിൽ 8 ഗ്രൂപ്പാണ്. മെന്റലീവിന്റെ ടേബിളിൽ 8 ഗ്രൂപ്പും 7 പീരീഡുമാണ്. ഓക്കെ, 8 ഗ്രൂപ്പും 7 പീരീഡും. അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ആൻസർ പറഞ്ഞു. നമ്മുടെ ഇതിന് ക്ലോറിന് പേര് കൊടുത്തത് ആരാണ്? ക്ലോറിന് പേര് നൽകിയ സയന്റിസ്റ്റ് പ്രീസ്റ്റ്ലി അല്ല, ജോസഫ് പ്രീസ്റ്റ്ലി അല്ല. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ക്ലോറിന് ഹംഫ്രി ഡേവി കറക്റ്റ് ആണ്. ക്ലോറിന് പേര് നൽകിയ സയന്റിസ്റ്റ് ഹംഫ്രി ഡേവി ആണെന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ഹംഫ്രി ഡേവിയാണ് ക്ലോറിൻ എന്ന മൂലകത്തിന് പേര് കൊടുത്തത്. അതുപോലെ തന്നെ ഇദ്ദേഹം കണ്ടുപിടിച്ച ഹംഫ്രി ഡേവി കണ്ടുപിടിച്ച മൂലകങ്ങളാണ് സോഡിയം കണ്ടുപിടിച്ചിട്ടുണ്ട്, പൊട്ടാസ്യം. ഓക്കെ, സോഡിയം, പൊട്ടാസ്യം, അതുപോലെ തന്നെ ബേരിയം, അതുപോലെ കാൽസ്യം, അതുപോലെ ബോറോൺ. ഇത്രയും മൂലകങ്ങൾ പ്രധാനമായും ആരുടെ കണ്ടുപിടുത്തമാണ്? ഹംഫ്രി ഡേവിയാണ്. ഓർക്ക് ഏതൊക്കെയാന്ന് വെച്ചാൽ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ബേരിയം, ബോറോൺ. ഇത്രയും മൂലകങ്ങൾ ഹംഫ്രി ഡേവി കണ്ടുപിടിച്ചതാണ്. കൂടാതെ ക്ലോറിന് പേര് കൊടുത്തതും ആര് തന്നെയാണ്?
ഹംഫ്രി ഡേവിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? നേരത്തെ ഹംഫ്രി ഡേവിയുടെ ആ പേര് വന്നപ്പോൾ ജസ്റ്റ് 2 പോയിന്റ് കൂടി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വീണ്ടും നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ക്ലോറിൻ കണ്ടുപിടിച്ചത് കോൾഷീല എന്ന് പഠിച്ചു. ക്ലോറിന് പേര് കൊടുത്തത് ഹംഫ്രി ഡേവിയാണ്. അതുപോലെ വാട്ടർ ഡിസോസിയേറ്റ് ചെയ്താൽ ഹൈഡ്രജനും ഓക്സിജനുമായി മാറും എന്ന് പറഞ്ഞത് ഹംഫ്രി ഡേവിയാണ്. ഓക്കെ, ഒരെണ്ണം കറക്റ്റ് ആണ്. കമന്റ് വന്ന പോലെ ഒരെണ്ണം കൂടെ ഉണ്ട്, മഗ്നീഷ്യം. കേട്ടോ, മഗ്നീഷ്യവുമായിട്ട് തന്നെയാണ് ഹംഫ്രി ഡേവിയാണ്. ഓക്കെ, അപ്പൊ സോഡിയം, പൊട്ടാസ്യം, ബേരിയം, കാൽസ്യം, മഗ്നീഷ്യം ആൻഡ് ബോറോൺ, ഇത്രയും മൂലകങ്ങളുടെ കണ്ടുപിടുത്തം ഹംഫ്രി ഡേവിയാണ്. ഇവിടെ നമ്മൾ ഒരുമിച്ച് വെച്ച് പഠിക്കുമ്പോൾ, ഇത് ഇത്രയും മൂലകങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഇപ്പൊ ഒറ്റയടിക്ക് ചോദിക്കുന്നു ബോറോൺ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓർത്തെഴുതണം അത് ഹംഫ്രി ഡേവി ആണെന്ന്. കാരണം നമ്മൾ ഒരു ടെൻഡൻസി ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പഠിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് ഓർത്ത് വെക്കത്തുള്ളൂ. സിംഗിൾ ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ബോറോൺ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാലും ഹംഫ്രി ഡേവി, മഗ്നീഷ്യം ചോദിച്ചാലും ഹംഫ്രി ഡേവി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പോയിന്റ് ഓർക്കുക. അപ്പൊ നമ്മള് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ പോയിന്റ്സ് വരെ പഠിച്ചു. ഇല്ല, സ്ട്രോൺഷ്യത്തിന്റെ കണ്ടുപിടുത്തം ഹംഫ്രി ഡേവിയുടെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. സ്ട്രോൺഷ്യത്തിന്റെ ഈ പറഞ്ഞ പോലെ അതിന് കൺഫേം ആയിട്ട് ഹംഫ്രി ഡേവിന്ന് കൊടുത്തിട്ടില്ല. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളതും ഈ പറഞ്ഞ 6 മൂലകങ്ങളുടെയാണ്. ഓക്കെ, അപ്പൊ സ്ട്രോൺഷ്യത്തിന്റെ ഒന്നുകൂടി അത് നോക്കിയിട്ട് പറയാം, ക്ലിയർ ആയിട്ട് പറയാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങളത് ഹംഫ്രി ഡേവിയുടെ കണ്ടായിട്ട് തിരിക്കുക. തൊഴിൽ വാർത്തയിലോ. ഓക്കെ ഓക്കെ, ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോ അടുത്തത് നമ്മുടെ ഹംഫ്രി ഡേവിയിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അത് നമ്മുടെ മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിന്റെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ അത്രയും ക്ലാസിഫിക്കേഷൻ ആയിട്ടും അതും എന്തായില്ല, അക്സെപ്റ്റബിൾ ആയില്ല. അപ്പോൾ അതിനകത്ത് പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മെന്റലീവിന്റെ ആവർത്തന പട്ടികയിലെ പോരായ്മകളാണ്, അതായത് ഡീമെറിറ്റ്സ് ആണ്. ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് പറയാമോ, നിങ്ങൾക്ക് അറിയാമോ ഏതൊക്കെ പോയിന്റുകൾ ഉണ്ടെന്ന്? ഒന്നാമത് ആകെ 3 പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടുള്ള പോരായ്മകൾ. ഏതൊക്കെയാന്ന് പറയാമോ? ഏതെങ്കിലും ഒരെണ്ണം കിട്ടുന്നുണ്ടോ? മെന്റലീവിന്റെ ആവർത്തന പട്ടികയിലെ പോരായ്മകൾ. ഹൈഡ്രജന് സ്ഥാനം കൊടുത്തില്ല. അപ്പൊ ഓർക്കണം, ഹൈഡ്രജൻ എന്ന മൂലകത്തിന് എന്ത് ചെയ്തില്ല, സ്ഥാനം കൊടുത്തില്ല. ആര്? മെന്റലീവ്. 63ഓളം മൂലകങ്ങൾക്ക് സ്ഥാനം കൊടുത്തപ്പോഴും ഹൈഡ്രജൻ എന്ന മൂലകത്തിന് എന്ത് ചെയ്തില്ല, സ്ഥാനം കൊടുത്തിരുന്നില്ല. ഓക്കെ, അതൊരു ഡീമെറിറ്റ് ആണ്. ഓക്കെ, അപ്പോ ഹൈഡ്രജൻ എന്ന മൂലകം നമുക്കറിയാം 63ഓളം മൂലകങ്ങൾക്കാണ് മെന്റലീവ് എന്ത് ചെയ്തത്, സ്ഥാനം കൊടുത്തത്. 63 മൂലകങ്ങൾക്ക് സ്ഥാനം കൊടുത്തിട്ടും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമായ ഹൈഡ്രജൻ എന്തില്ലായിരുന്നു, സ്ഥാനമില്ല. ഹൈഡ്രജന് സ്ഥാനം കൊടുത്തില്ല. രണ്ടാമത്തെ പോയിന്റ് നേരത്തെ നിങ്ങൾ കമന്റിൽ ചെയ്ത പോലെ ആവർത്തന നിയമം പാലിച്ചില്ല. അതുപോലെ തന്നെ ഐസോടോപ്പുകളെ കുറിച്ച് ഒന്നും തന്നെ കൃത്യമായി പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാം, ഐസോടോപ്പ് ആണ്. ഐസോടോപ്പ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. കാരണം നമുക്കറിയാം ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെഫിനിഷൻ പറയാമോ? അറിയാമോ ഐസോടോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഐസോടോപ്പ് അത് നമുക്ക് പഠിക്കേണ്ട ഭാഗമാണ്. ഐസോടോപ്പ് സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും ആണ്. ഓർക്കാം, അപ്പൊ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ വ്യത്യസ്തമായിട്ടുള്ളവരാണ് ഐസോടോപ്പ്. അപ്പൊ മെന്റലീവിന്റെ നിയമവും അറ്റോമിക് മാസിനെ ബേസ് ചെയ്തായിരുന്നു. അപ്പോൾ ഐസോടോപ്പിനെ കുറിച്ച് പറയേണ്ടതാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് രണ്ടാമത്തെ പോരായ്മ. മൂന്നാമത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, ആവർത്തന നിയമം എന്ത് ചെയ്തില്ല, കൃത്യമായി പാലിച്ചില്ല അദ്ദേഹം. ആവർത്തന അതായത് അത് നിയമത്തിൽ പറഞ്ഞത് മൂലകങ്ങളെ അറ്റോമിക് മാസിന്റെ ആരോഹണ ക്രമം ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുമെന്നാണ്. എന്നാൽ അറേഞ്ച് ചെയ്ത് വന്നതിനനുസരിച്ച് ഈ ആരോഹണ ക്രമം എന്ത് ചെയ്തില്ല, കൃത്യമായിട്ട് എല്ലായിടത്തും പാലിച്ചില്ല. അപ്പൊ അതാണ് മൂന്നാമത്തെ പോരായ്മ. അദ്ദേഹത്തിന്റെ ആവർത്തന നിയമം, പീരിയോഡിക് ലോ, ആവർത്തന നിയമം കൃത്യമായി പാലിച്ചില്ല. അപ്പൊ ഇത്രയുമാണ് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്ന ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ പോരായ്മകൾ. ഓക്കെ, പറയാം, ഹൈഡ്രജന് സ്ഥാനം കൊടുത്തില്ല, ഐസോടോപ്പുകളെ കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല, അതുപോലെ അദ്ദേഹത്തിന്റെ ആവർത്തന നിയമം കൃത്യമായിട്ട് എന്ത് ചെയ്തില്ല, എല്ലായിടത്തും പാലിച്ചില്ല. ഓക്കെ, അപ്പോ ഡീമെറിറ്റ്സ് ക്ലിയർ ആയോ? മെന്റലീവിന്റെ ആവർത്തന പട്ടികയിലെ പോരായ്മകൾ ഓക്കെ ആണോ? ഓക്കെ,
അപ്പോൾ അതും കൂടി അതാണ് നമ്മളിപ്പോ എക്സ്ട്രാ ആയിട്ട് പഠിച്ചത്. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിരുന്നു, അത് നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഡീമെറിറ്റ്സ് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് ആരുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാമോ? മെന്റലീവിന്റെ കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ലോതർ മേയർ. ഓക്കെ, മെന്റലീവ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ആര്? ലോതർ മേയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഇദ്ദേഹം എന്ത് ബേസിസിലാണ് അറേഞ്ച് ചെയ്തെന്ന് അറിയാമോ? ഒരൊറ്റ പോയിന്റ് പഠിച്ചാൽ മതി. ഏത് ബേസിലാണ്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം, അറ്റോമിക് വോളിയം, മലയാളത്തിൽ പറഞ്ഞാൽ അറ്റോമിക വ്യാപ്തം. ഓക്കെ, വ്യാപ്തം. അപ്പൊ മൂലകങ്ങളെ അറ്റോമിക വ്യാപ്തത്തിന്റെ ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്ത സയന്റിസ്റ്റ് ആണ് ആര്? ലോതർ മേയർ എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ മെന്റലീവ് മാസ് ആയിരുന്നു. മെന്റലീവ് മാസ് എന്ന് ഓർക്കുക, അറ്റോമിക് മാസ് ആണ്. ഓക്കെ, അപ്പൊ മെന്റലീവ് മാസ് ആണെങ്കിൽ ലോതർ മേയർ വോളിയം ഉപയോഗിച്ചാണ് ട്രൈ ചെയ്തത്. അപ്പൊ മാസ് വെച്ച് ട്രൈ ചെയ്തിട്ട് സക്സസ് ആകാതെ വന്നപ്പോൾ ലോതർ മേയർ ഏത് ക്വാണ്ടിറ്റി ഉപയോഗിച്ച് ട്രൈ ചെയ്തു? അറ്റോമിക വോളിയം ഉപയോഗിച്ച് ട്രൈ ചെയ്തു. അപ്പൊ മൂലകങ്ങളെ അറ്റോമിക വ്യാപ്തത്തിന്റെ ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമാണ് ലോതർ മേയർ. അപ്പൊ ആ വർഗീകരണവും കഴിഞ്ഞു. അതിനുശേഷം ആരുടെ നിയമമാണെന്ന് അറിയാമോ? ലോതർ മേയർ കഴിഞ്ഞാൽ അടുത്തത് ഹെൻറി മോസ്ലി. അപ്പോ ഏറ്റവും അവസാനം വരുന്ന വർഗീകരണമാണ് ആരുടേത്? ഹെൻറി മോസ്ലി. ഓക്കെ, ഇദ്ദേഹത്തിന്റെ നിയമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹെൻറി മോസ്ലിയുടെ നിയമം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒന്നുമില്ല, നമ്മൾ നേരത്തെ മെന്റലീവിന്റെ പഠിച്ചപ്പോൾ ആവർത്തന നിയമം എന്ന് പഠിച്ചെങ്കിൽ ഇവിടെ അതിനു മുന്നിൽ ആധുനികം എന്നൊരു വാക്കും കൂടി ചേർക്കുക. അപ്പോൾ മോഡേൺ പീരിയോഡിക് ലോ അല്ലെങ്കിൽ ആധുനിക ആവർത്തന നിയമം. അപ്പൊ ആധുനിക ആവർത്തന നിയമം അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവന്ന സയന്റിസ്റ്റ് ആണ് ആര്? ഹെൻറി മോസ്ലി. ഈ നിയമം നിലവിൽ വന്ന വർഷം എന്നാണെന്ന് അറിയാമോ? ആധുനിക ആവർത്തന നിയമം നിലവിൽ വന്ന വർഷം കറക്റ്റ് ആണ്, 1913. അപ്പൊ 1913 ആധുനിക ആവർത്തന നിയമം നിലവിൽ വന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആധുനിക ആവർത്തന പട്ടിക നിലവിൽ വന്ന വർഷം ചോദിച്ചാലും 1913 വേണം എഴുതാനായിട്ട്. അതായത് നമ്മളൊക്കെ പഠിക്കുന്ന നമ്മുടെ പീരിയോഡിക് ടേബിൾ നിലവിൽ വന്ന വർഷമാണ് 1913. അതുകൊണ്ട് നമ്മൾ ഹെൻറി മോസ്ലിയെ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നു. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഹെൻറി മോസ്ലി. അപ്പൊ തെറ്റിക്കരുത്, ചോദ്യം ഇതുമൊക്കെ ശ്രദ്ധിച്ച് വായിച്ചെഴുതണം. ആവർത്തന പട്ടികയുടെ പിതാവ് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മെന്റലീവ് എഴുതണം. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവാര് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഹെൻറി മോസ്ലി വേണം എഴുതാനായിട്ട്. അപ്പൊ ഇത്രയും ക്ലാസിഫിക്കേഷൻസിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മളുടെ പീരിയോഡിക് ടേബിൾ എന്ത് ചെയ്തത്? രൂപം കൊണ്ടത്. അപ്പൊ 1700-കളിൽ ആന്റോണി ലാവോസിയർ തുടങ്ങിയ ക്ലാസിഫിക്കേഷൻ 1913 ഹെൻറി മോസ്ലിയിലൂടെയാണ് വർഗീകരണം ഏകദേശം എന്താകുന്നത്? പൂർത്തിയാകുന്നത്. അപ്പോൾ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ആന്റോണി ലാവോസിയർ മുതൽ ഇപ്പൊ നമ്മുടെ ഹെൻറി മോസ്ലി വരെ ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും മൂലക വർഗീകരണം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഓരോ പോയിന്റുകളും ഓർത്ത് പഠിക്കുക. അപ്പൊ നമുക്ക് അറിയാം ഏതൊക്കെ നിയമങ്ങളാണ്: ലോ ഓഫ് ട്രയാഡ്സ്, അതുപോലെ തന്നെ ലോ ഓഫ് ഒക്ടേഴ്സ്, അതിനുശേഷം മെന്റലീവിന്റെ ആവർത്തന നിയമം, പിന്നെ ലോതർ മേയർ, ഇപ്പോ ഹെൻറി മോസ്ലി. അപ്പൊ ഇത്രയും നിയമങ്ങളിലൂടെയാണ് ആ ഒരു ഭാഗം തീരുന്നത്. അപ്പൊ നിങ്ങളുടെ മൂലക വർഗീകരണം എന്ന് മാത്രമേ ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നോക്കാനാണെങ്കിൽ നമ്മുടെ ആ പോർഷൻ തീർന്നിട്ടുണ്ട്. എങ്കിലും പീരിയോഡിക് ടേബിളിനകത്തെ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ മോഡേൺ പീരിയോഡിക് ടേബിൾ അങ്ങനെ ഈ നിയമത്തിലൂടെ, ഹെൻറി മോസ്ലിയുടെ നിയമത്തിലൂടെ ഫോം ചെയ്തു. അപ്പൊ ചോദിക്കാം, ഇന്നത്തെ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളുണ്ട്? എത്ര മൂലകങ്ങളാണ് നിലവിലുള്ളത്? ഓക്കെ, 118 ആണ്. 118 മൂലകങ്ങൾ. ഇതിൽ എത്ര മൂലകങ്ങളാണ് പ്രകൃതിയിൽ കാണപ്പെടുന്നത്? നാച്ചുറൽ എലമെന്റ്സ് എത്ര എണ്ണം ഉണ്ട്? 92 മൂലകങ്ങളാണ്. ഓക്കെ, 92 എണ്ണം പ്രകൃതിയിൽ കാണുന്ന മൂലകങ്ങളാണ്. ആകെ മൂലകങ്ങൾ 118-ഉം പ്രകൃതിയിൽ കാണുന്നവ 92-ഉമാണ്. ആദ്യത്തെ കൃത്രിമ മൂലകം ഏതെന്നറിയാമോ? ആദ്യത്തെ കൃത്രിമ മൂലകം, ഓക്കെ കറക്റ്റാണ്. ആദ്യത്തെ കൃത്രിമ മൂലകം എന്ന് പറയുന്നത് ടെക്നീഷ്യം ആണ്. ഓക്കെ, ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ എലമെന്റ് ആണ്. ഓക്കെ, ഈ ടെക്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എത്ര എന്ന് പറയാമോ?
ടെക്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 43 ആണ്, കറക്റ്റ് ആണ്. ടെക്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 43. ഒന്നുകൂടി നോക്കിയേ, 118 മൂലകങ്ങളുണ്ട്. പ്രകൃതിയിൽ കാണുന്നവ 92. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം, അതിന്റെ അറ്റോമിക് നമ്പർ 43. നമുക്കിപ്പോൾ നിലവിൽ എത്ര ഗ്രൂപ്പുകളുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിൽ? 18 ഗ്രൂപ്പ് ഉണ്ട്. എത്ര പീരീഡ് ഉണ്ട്? എത്ര പീരീഡുകൾ? 7 പീരീഡ്. പീരീഡിന്റെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല. മെന്റലീവിനും അതുപോലെ നമുക്കും എത്രയാണ്? 7 പീരീഡ് ആണുള്ളത് ആധുനിക ആവർത്തന പട്ടികയിലും. പക്ഷെ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18ഉം മെന്റലീവിന്റെ ആണെങ്കിൽ 8ഉമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ 7 പീരീഡുകളിൽ നീളം കൂടിയ പീരീഡ് ഏതാണ്? ലോങ്സ്റ്റ് പീരീഡ്, നീളം കൂടിയ പീരീഡ് ഏതാണ്? 7 ഉള്ളതിൽ പറയാമോ? ലാന്തനൈറ്റ്സ്. ഓക്കെ, ലാന്തനൈറ്റ്സ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. എങ്കിലും പീരീഡിന്റെ നമ്പർ പറയുമ്പോൾ നമ്മൾ ലാന്തനൈറ്റ്സ് എന്ന് പറയണ്ട. ഓക്കെ, അതിനേക്കാളും ബെറ്റർ ആയിട്ട് പറയാം 6th പീരീഡ് ആണ് കേട്ടോ. 6ാമത്തെ പീരീഡ് ആണ്. ഓക്കെ, 6ാമത്തെ പീരീഡ് ആണ് നമ്മളുടെ ഏറ്റവും നീളം കൂടിയ പീരീഡ് ആണ്. അപ്പൊ നീളം കുറഞ്ഞത് ഏതാണ്? ഷോർട്ടസ്റ്റ് ഏതാണ്? ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് ഓക്കെ 1ാമത്തതാണ്. ആകെ 2 മൂലകങ്ങളേ ഉള്ളൂ, ഹൈഡ്രജനും ഹീലിയവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പീരീഡ് ആണ് ഏറ്റവും നീളം കുറഞ്ഞത്. ഏറ്റവും നീളം കൂടിയ പീരീഡ് എന്ന് പറയുന്നത് 6ാമത്തെ പീരീഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ? എത്ര ബ്ലോക്കുകൾ ഉണ്ട്? എത്ര ബ്ലോക്ക് ഉണ്ട്? 4 ബ്ലോക്കുകൾ. നിങ്ങൾക്ക് അറിയാം ഏതൊക്കെയാണത്? എസ്, പി, ഡി ആൻഡ് എഫ്. ഇങ്ങനെ SP, DF എന്ന് പറഞ്ഞ് 4 ബ്ലോക്കുകളാണ് നമ്മളുടെ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. മൂലകങ്ങൾ 118, പ്രകൃതിയിൽ കാണുന്നവ 92, ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം, അതിന്റെ അറ്റോമിക് നമ്പർ 43, 18 ഗ്രൂപ്പും 7 പീരീഡും ഉണ്ട്. നീളം കൂടിയ പീരീഡ് 6, നീളം കുറഞ്ഞത് 1, ബ്ലോക്കുകൾ 4, SP, D ആൻഡ് എഫ്. ഓക്കെ, ഇനി നമ്മൾ 18 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 18 ഗ്രൂപ്പുകളുടെയും പേരുകൾ പഠിച്ചിരിക്കണം. ഓക്കെ, 1 തൊട്ട് 18 ഗ്രൂപ്പിനകത്തെയും പേര് പഠിക്കുക. അപ്പൊ പറഞ്ഞേ, 1ാമത്തെ ഗ്രൂപ്പിന്റെ പേര് അറിയാമോ? ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേര് ഹൈഡ്രജൻ എന്നല്ല, ഫസ്റ്റ് എലമെന്റ് ആണ് ഹൈഡ്രജൻ. ഓക്കെ, ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ എന്ന് മൊത്തമായിട്ട് പറയണം. ആൽക്കലി ലോഹങ്ങളാണ് 1ാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോ 1ാമത്തെ ഗ്രൂപ്പിന്റെ പേര് ആൽക്കലി ലോഹങ്ങൾ, മെറ്റൽസ് ആണ്. 2ാമത്തെ ഗ്രൂപ്പിന്റെ പേര് അറിയാമോ? 2ാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഇത്രേ ഉള്ളൂ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് 2ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. ഓക്കെ, ഏതൊരു കമന്റ് മിസ്സായി, പോട്ടെ, സാരമില്ല. നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പൊ 1ാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങളും 2ാമത്തതാണെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുമാണ്. അപ്പൊ ഇവിടെ നിന്നും പ്രധാനമായും മനസ്സിലാക്കുക, പീരിയോഡിക് ടേബിളിന്റെ ഇടത് ഭാഗത്ത് വരുന്ന 2 ഗ്രൂപ്പുകളാണ് 1, 2 ഗ്രൂപ്പുകൾ. അവർ 2 പേരും പ്രധാനമാണ് ലോഹങ്ങളാണ്. ലോങ്സ്റ്റ് പീരീഡ് 6ാമത്തെ പീരീഡും ഷോർട്ടസ്റ്റ് പീരീഡ് 1ാമത്തെ പീരീഡുമാണ്. ഓക്കെയാണോ? ക്ലിയർ ആയോ? ലോങ്സ്റ്റ് 6ാമത്തതും ഷോർട്ടസ്റ്റ് പീരീഡ് 1ാമത്തതുമാണ്. ഓക്കെ, അപ്പോ ബാക്കി ഇവിടേക്ക് സൗണ്ട് പ്രോബ്ലം ഉണ്ടോ? ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ നോക്കി, അപ്പൊ 2ാമത്തെ ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മളുടെ പീരിയോഡിക് ടേബിളിന്റെ ഇടത് ഭാഗത്ത് വരുന്ന 2 ഗ്രൂപ്പുകളാണ് 1ഉം 2ഉം. അവിടെ നിന്നും ഓൾറെഡി വന്നൊരു പ്രീവിയസ് ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ആവർത്തന പട്ടികയിലെ ഏത് ഭാഗത്താണ് ലോഹങ്ങൾ കാണപ്പെടാറുള്ളത്? അത് ഇടത് ഭാഗത്തെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് മെറ്റാലിക് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യാണ്. അതായത് ഇടത്ത് നിന്നും വലത്തേക്ക് പോകുമ്പോൾ ആവർത്തന പട്ടികയിൽ ഇടത്ത് ഭാഗത്ത് നിന്നും വലത് ഭാഗത്തേക്ക് പോകുമ്പോൾ ലോഹങ്ങളുടെ സ്വഭാവം കുറഞ്ഞു വരുന്നു. അതായത് മെറ്റല് മാറി നോൺ മെറ്റലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഇടത്തുനിന്ന് വലത്തോട്ട്. ഓക്കെ, അപ്പൊ ഇടത് ഭാഗത്താണ് ലോഹങ്ങൾ എന്നുള്ള കാര്യം ഓർക്കുക. 1ഉം 2ഉം ഗ്രൂപ്പ്. അടുത്തത് 1ഉം 2ഉം കഴിഞ്ഞാൽ
അടുത്തത് 3 മുതൽ 12 വരെ 3 to 12 ആ ഗ്രൂപ്പിന്റെ പേരെന്താണെന്ന് അറിയാമോ? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെ അറിയപ്പെടുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ അഥവാ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 3 to 12. അപ്പൊ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹം, രണ്ടാമത്തത് ആൽക്കലൈൻ എർത്ത്, 3 to 12 സംക്രമണ മൂലകങ്ങൾ. അപ്പൊ 12 വരെയുള്ള ഗ്രൂപ്പിന്റെ നമ്മൾ പഠിച്ചു. ഇനി 13 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പ്, ഇവരെയാണ് നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്നൊക്കെ വിളിക്കും. എന്നാൽ അതല്ല, ഗ്രൂപ്പിന്റെ പേര് അതല്ല. അപ്പോ 13 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പുകൾ നമ്മൾ പേര് ഓർത്തിരിക്കാൻ വേണ്ടി BC നോഹ എന്നുള്ള കോഡ് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് സംശയം വരും. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്താണ് 15ാമത്തെ ഗ്രൂപ്പ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത ഓപ്ഷനിൽ കിടക്കുന്നവരുടെ എല്ലാം പേരുകൾ നമ്മൾ ഈ അടുത്ത് കേട്ടു പോകുന്ന പേരുകളായിരിക്കും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും, 15 ഇതാണോ അതാണോ എന്നുള്ള ഒരു സംശയം വരും. അപ്പൊ അങ്ങനെ ഉണ്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കോഡ് ജസ്റ്റ് റെഫർക്കിലേക്ക് എഴുതിയിടുക. ഏത് ഗ്രൂപ്പ് ചോദിച്ചാലും ഇപ്പൊ BC നോഹ എന്ന് എഴുതിയിട്ടിട്ട് ബിയുടെ മുകളിൽ തൊട്ട് നമ്പർ ചെയ്ത് പോവുക. 13, 14, 15, 16, 17, 18 എന്നിങ്ങനെ നമ്പർ ഇട്ട് പോവുക. അപ്പൊ നമുക്ക് കിട്ടും 13 എന്ന് പറഞ്ഞാൽ ബി, ബോറോൺ കുടുംബമാണ്. ഓർക്കുക, 13 എന്ന് പറഞ്ഞാൽ ബോറോൺ കുടുംബം. 14 എന്തായിരിക്കും? സി എന്തായിരിക്കും വരിക? കാർബൺ. അപ്പൊ 14ാമത്തെയാണ് കാർബൺ കുടുംബം. 15 എന്ന് പറയുമ്പോൾ ഏത് കുടുംബമാണ്? 15 ഏത് വരും? നൈട്രജൻ കുടുംബം. അപ്പൊ 15ാമത്തതാണ് നൈട്രജൻ കുടുംബം. 16 ആണെങ്കിൽ ഓക്സിജൻ കുടുംബം. 16 ഓക്സിജൻ. 17 ഏത് വരും? 17 ഏത് കുടുംബമാണ്? ഹാലോജൻസ് ആണ് കേട്ടോ. എച്ച് കണ്ടിട്ട് ഹൈഡ്രജൻ എന്ന് ഓർക്കരുത്. എച്ച് എന്ന് പറഞ്ഞാൽ ഹാലോജൻ കുടുംബം എന്നുള്ളതാണ്, ഹാലോജൻ. ഓക്കെ, ഇനി 18ാമത്തെ എ എന്ന് പറയുന്നത് അലസവാതകങ്ങൾ എന്നുള്ള മലയാളം വാക്ക് അതിൽ നിന്ന് വരുന്ന എ ആണ് കേട്ടോ. അലസവാതകങ്ങൾ എന്നുള്ളതിന്റെ എ ആണെന്നും കൂടി ഓർക്കുക. ഓക്കെ, അപ്പൊ 18ാമത്തെ ഗ്രൂപ്പാണ് അലസവാതകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ശ്രദ്ധിക്കണം, 18ാമത്തെ ഗ്രൂപ്പ് അലസവാതകം, അതുപോലെ ഉത്കൃഷ്ടവാതകം എന്നൊക്കെ അറിയപ്പെടുന്നത് 18ാം ഗ്രൂപ്പാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നോബിൾ ഗ്യാസ്, ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി അതൊന്നും കൂടാതെ ഒരു പ്രീവിയസ് ചോദ്യം കൂടിയാണ്, നേരത്തെ ഇവിടെ കമന്റിനകത്ത് വന്ന പോലെ ആവർത്തന പട്ടികയിലെ സീറോ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും 18ാമത്തെ ഗ്രൂപ്പാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ആവർത്തന പട്ടികയിലെ സീറോ ഗ്രൂപ്പ് ചോദിച്ചാൽ അത് 18ാമത്തെ ഗ്രൂപ്പാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ വാലൻസി സീറോയാണ്. സംയോജകത എന്ന് പറയും. വാലൻസിയുടെ മലയാളമാണ് സംയോജകത. അപ്പൊ വാലൻസി സീറോ ആയതുകൊണ്ടാണ് 18ാം ഗ്രൂപ്പ് സീറോ ഗ്രൂപ്പ് എന്ന പേരിലൂടെ അറിയപ്പെടുന്നു. അപ്പോ 13 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പുകൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നതും 13 തൊട്ട് 18 വരെ ഉള്ളതാണെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ നമ്മൾ ആ ഗ്രൂപ്പിന്റെ പേര് എക്സാക്ട് ആയിട്ട് ഓർത്തിരിക്കാനായിട്ട് BC നോഹ എന്ന് ഓർത്തിരിക്കുക. 13 ബോറോൺ, 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ, 17 ഹാലോജൻ, 18 അലസവാതകങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഗ്രൂപ്പിന്റെ പേരുകൾ നമുക്ക് പഠിക്കാനുള്ളത്. 18 ഗ്രൂപ്പിന്റെ പേരുകളായിട്ടുണ്ട്. ഓക്കെ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ ഗ്രൂപ്പുകളുടെ പേര്? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഗ്രൂപ്പിന്റെ പേര് ഓർക്കുക. ഇനി അതുപോലെ വേറൊരു കാര്യം കൂടി. ഓക്കെ, BC നോഹ ആ ഒരു കോഡ് നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ അത്ര കോൺഫിഡന്റ് ആയിട്ടുള്ളവർക്ക് ഗ്രൂപ്പ് കിട്ടും, കുഴപ്പമില്ലാതെ കിട്ടും. പക്ഷേ ഓപ്ഷൻ കാണുമ്പോൾ സംശയം വരുന്ന ചില ആൾക്കാർക്ക് ഈ കോഡ് എന്ത് ചെയ്യും? ഉപകാരപ്പെടും കേട്ടോ. 1 hour അല്ല, 1.5 hour ആണ് ക്ലാസ് കേട്ടോ. 10:30 വരെയാണ്. ഓക്കെ, അപ്പോ നമ്മളുടെ അത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പ് വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു. അടുത്തത് ശ്രദ്ധിച്ചേ, ബ്ലോക്ക് പീരീഡ്. അതായത് ഇപ്പൊ നമ്മൾ കാണാതെ പഠിക്കുന്ന രീതിയിലുള്ളതാണ് പഠിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഷെല്ലുകൾ പഠിക്കാൻ വരും. ഷെല്ലുകൾ എന്ന ടോപ്പിക് ഉണ്ട്. അത് ടോപ്പിക് എന്ന പേരിൽ എനിക്ക് തോന്നുന്നില്ല സിലബസിൽ കൊടുത്തിട്ടില്ലെങ്കിലും ഷെല്ലുകൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ വരുമ്പോ നമ്മള് മറ്റേ സബ്ഷെൽ കോൺഫിഗറേഷൻ 1s2 2s2 ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യം പഠിക്കും. ഇപ്പൊ അതല്ല, ഇപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി GK ചോദ്യം പോലെ പഠിക്കുക. ഓക്കെ, ഇപ്പോ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 4 ബ്ലോക്ക് ഉണ്ട്. S, P, D, F എന്നിങ്ങനെ 4 ബ്ലോക്ക് നമുക്കുള്ളത്. അപ്പൊ നിങ്ങൾ പീരീഡ് അല്ല, ഗ്രൂപ്പാണ്. സോറി, ബ്ലോക്കും ഗ്രൂപ്പുമാണ്.
എസ് ബ്ലോക്കിനകത്ത് വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? എസ് ബ്ലോക്കിൽ ഏതൊക്കെ ഗ്രൂപ്പുകൾ വരുന്നു പറയാമോ? എസ് ബ്ലോക്കിനകത്ത് 1ഉം 2ഉം ഗ്രൂപ്പാണ്. ഓർക്കണം, ആദ്യത്തെ 1ഉം 2ഉം ഗ്രൂപ്പുകൾ വരുന്ന ബ്ലോക്കാണ് എസ് ബ്ലോക്ക് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ എസ് ബ്ലോക്കിനകത്ത് വരുന്ന ഗ്രൂപ്പുകൾ 1 and 2 ആയിരിക്കും. അടുത്തത് പി ബ്ലോക്കിൽ ഏതൊക്കെ ഗ്രൂപ്പ് വരുന്നു? പി ബ്ലോക്കിനകത്ത് 13 മുതൽ 18 വരെ നമ്മുടെ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എല്ലാം വരുന്ന ബ്ലോക്കാണ് പി ബ്ലോക്ക് എന്ന കാര്യം ഓർക്കുക. അപ്പൊ പി ബ്ലോക്കിനകത്ത് 13 തൊട്ട് 18. അടുത്ത ഡി ബ്ലോക്കിനകത്തോ? ഡി ബ്ലോക്കിലോ 3 to 12, 3 മുതൽ 12 വരെ. അപ്പൊ അവരെ അതുകൊണ്ട് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും അതുപോലെ തന്നെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോ നിങ്ങൾ നോക്കാം, എസിനകത്ത് 1ഉം 2ഉം, പിക്കകത്ത് 13 തൊട്ട് 18, ഡിക്കകത്ത് 3 തൊട്ട് 12. ഗ്രൂപ്പുകളെല്ലാം ആയോ? എല്ലാ ഗ്രൂപ്പും ആയിട്ടുണ്ടോ? ഓക്കെ, എഫ് എന്ന് പറയുന്നത് ബ്ലോക്ക് ആണ്, ഗ്രൂപ്പ് അല്ല. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, 3 ബ്ലോക്കുകളിലായിട്ട് എല്ലാ ഗ്രൂപ്പുകളും ആയിട്ടുണ്ട്. ശരിയല്ലേ? 3 ബ്ലോക്കുകളിലായിട്ട് എല്ലാ ഗ്രൂപ്പുകളും വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് എഫ് ബ്ലോക്ക്? അപ്പൊ ഈ എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് ലാന്തനൈഡ്, മാഗ്നൈഡ് നമുക്കറിയാം. നമ്മുടെ മെയിൻ പീരിയോഡിക് ടേബിൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ആ പീരിയോഡിക് ടേബിളിന്റെ മെയിൻ ഭാഗം കഴിഞ്ഞിട്ട് ഏറ്റവും താഴെയായി 2 സെപ്പറേറ്റ് റോസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്ലോക്ക് ആണ് ഇത്, എഫ് ബ്ലോക്ക്. ആ റോയ്ക്കകത്തുള്ളവർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ് ആണ്. ലാന്തനൈഡുകളും ആക്ടിനൈഡുകളുമാണ് നമ്മളുടെ എവിടെ ഉള്ളത്? എഫ് ബ്ലോക്കിനകത്തുള്ളത് ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ്. ഓക്കെ, ഈ ലാന്തനൈഡ്സിനെയും ആക്ടിനൈഡ്സിനെയും മറ്റൊരു പേര് നമ്മൾ വിളിക്കും. അതെന്താണെന്നറിയാമോ? ലാന്തനൈഡ്സിന്റെയും ആക്ടിനൈഡ്സിന്റെയും മറ്റൊരു പേര് കിട്ടുന്നുണ്ടോ? അന്തസംക്രമണ മൂലകങ്ങൾ. ഓക്കെ, മലയാളത്തിൽ പറഞ്ഞാൽ അന്തസംക്രമണ മൂലകങ്ങൾ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അന്തസംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു പേരും കൂടി ഉണ്ട് ഇവർക്ക്, റെയർ എർത്ത് എലമെന്റ്സ് എന്നും അറിയപ്പെടുന്നു. റെയർ എർത്ത് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ റെയർ എർത്ത് എലമെന്റ്സ് ഏതെന്ന് ചോദിച്ചാലും അതിന്റെയും ആൻസർ ലാന്തനൈഡും ആക്ടിനൈഡുമാണ്. അതുപോലെ അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നതും ആരെ തന്നെയാണ്? ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, ഈ ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെയുള്ള മൂലകങ്ങളാണെന്ന് അറിയാമോ? ലാന്തനൈഡ്സ് പറയാമോ? ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞാൽ ഏത് മൂലകം തൊട്ട് ഏത് മൂലകം വരെയാണ്? 58 അല്ല, ഒന്നുകൂടി ഏകദേശം കറക്റ്റ് ആണത്. അതായത് നമ്മുടെ ലാന്തനൈഡ്സ് എന്ന് പറഞ്ഞാൽ ലന്താനം മുതലാണ്. ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളാണ്. ഓക്കെ, ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളെയാണ് നമ്മൾ ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്. അതായത് ലന്താനത്തിന്റെ അറ്റോമിക് നമ്പർ 57ഉം ലുട്ടീഷ്യത്തിന്റെ 71ഉമാണ്. അപ്പൊ ഇതുവരെയുള്ള മൂലകങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാന്തനൈഡ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ആ ഒരു മൂലകങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലാന്തനൈഡ്സ്. അറ്റോമിക് നമ്പർ 57 to 71 ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് ആക്ടിനൈഡ്സ് എന്ന് പറഞ്ഞാലോ? ആക്ടിനൈഡ്സ് എവിടം തൊട്ട് എവിടം വരാന്ന് അറിയാമോ? ആക്ടിനൈഡ്സ് ആക്ടീനിയം മുതൽ ലോറൻസിയം വരെയാണ്. ആക്ടീനിയം മുതൽ ലോറൻസിയം വരെയുള്ള മൂലകങ്ങളാണ് ആക്ടിനൈഡ്സ് എന്ന് പറയുന്നത്. ആക്ടീനിയം മുതൽ ലോറൻസിയം. അറ്റോമിക് നമ്പർ പറഞ്ഞാൽ 89 മുതൽ 103 വരെയുള്ള മൂലകങ്ങളെയാണ് നമ്മൾ ആക്ടിനൈഡ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ആക്ടീനിയം മുതൽ ലോറൻസിയം വരെ 89 to 103 ആണ് അവരുടെ അറ്റോമിക് നമ്പർ. ഓക്കെ, അപ്പോൾ നമ്മള് ഓരോ ഓർഡറിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പറയാണ്. നമ്മൾ ആദ്യം ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു, ആന്റോണി ലാവോസിൽ തുടങ്ങി. പിന്നെ ലാവോസിന്റെ ഒരുപാട് പോയിന്റുകൾ പഠിച്ചു. പിന്നീട് ക്ലാസിഫിക്കേഷൻ നിയമങ്ങളിലൂടെ എങ്ങനെയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഫോം ചെയ്തത്, വർഗീകരണം മുഴുവൻ പഠിച്ചു. അതിനുശേഷം പീരിയോഡിക് ടേബിളിനകത്തേക്ക് കയറിയിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് പഠിച്ചു. പിന്നെ ഗ്രൂപ്പിന്റെ പേര്, ഇപ്പൊ ബ്ലോക്കും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയും വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞത് നമ്മൾ എഫ് ബ്ലോക്ക് വരെ ലാന്തനൈഡ്സും മാഗ്നൈഡ്സും വരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, അപ്പോ
അത്രയും വരെ നമ്മൾ എഫ് ബ്ലോക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഷെല്ലുകൾ എന്ന് പറഞ്ഞ ഭാഗം സമയം പോലെ നോക്കാം, പഠിക്കാം. അപ്പോൾ 1-2 കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിനകത്ത് വരുന്ന 3 എന്താണ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പീരിയോഡിക് ഫങ്ഷൻസ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്ന്, ആറ്റത്തിന്റെ വലിപ്പം. ഓക്കെ, അറ്റോമിക് സൈസ് എന്ന് നമ്മൾ പറയും. പിന്നുള്ളത് അയോണീകരണ ഊർജം അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി. അയോണീകരണ ഊർജം. ഓക്കെ, അയോണൈസേഷൻ എനർജി എന്ന് ഇംഗ്ലീഷിൽ പറയും. അടുത്തത് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ കൂടി നമ്മൾ പഠിക്കാറുണ്ട്. അതായത് ഇത്രേ ഉള്ളൂ. ആറ്റത്തിന്റെ വലിപ്പം, അതിന്റെ ഡെഫിനേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. അയോണീകരണ ഊർജം, അതിന്റെയും ഡെഫിനേഷൻ അറിയാം. ഇലക്ട്രോനെഗറ്റിവിറ്റി അതെന്താണെന്ന് അറിയാം. എന്നിട്ട് ഇതിന്റെ 3ന്റെയും ഗ്രൂപ്പിലെയും പീരീഡിലെയും മാറ്റങ്ങൾ പഠിക്കണം. അതായത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുമോ കുറയുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് ഈ 3 പഠിക്കണം. അതുപോലെ തന്നെ പീരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ ഈ ക്വാണ്ടിറ്റീസിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നതെന്നും കൂടി നമ്മൾ പഠിക്കണം. അപ്പൊ അതാണ് അടുത്ത പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനകത്തുനിന്ന് ആദ്യം ആറ്റത്തിന്റെ വലിപ്പം തന്നെ നോക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞു, എന്താണ് ഈ ആറ്റത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഏത് ഡിസ്റ്റൻസ് ആണെന്ന് പറയാമോ ആറ്റത്തിന്റെ വലിപ്പം? കിട്ടുന്നുണ്ടോ? ന്യൂക്ലിയസ് മുതൽ ഔട്ടർ മോസ്റ്റ് ഷെൽ. ഓക്കെ, ഏകദേശം അത് കറക്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഒരാറ്റത്തിന്റെ സെന്റർ, അതായത് സെന്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഇതൊരു ആറ്റം വന്നിരിക്കട്ടെ, 2 ഷെല്ലുള്ള ഒരു ആറ്റമാണ്. ഇത് ന്യൂക്ലിയസ് ആണ്, പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് ന്യൂക്ലിയസിനകത്ത്. ഓക്കെ, ഒരാറ്റത്തിന്റെ സെന്ററിൽ നിന്നും അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ല് വരെയുള്ള ദൂരത്തിനെയാണ് ആറ്റത്തിന്റെ വലിപ്പം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണ്. അപ്പൊ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെന്റർ, അതായത് മധ്യഭാഗത്ത് നിന്നും ബാഹ്യതമ ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആറ്റത്തിന്റെ വലിപ്പം അല്ലെങ്കിൽ അറ്റോമിക് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ചോദ്യം ഇതാണ്, ഈ ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടുമോ കുറയുമോ? ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടുമോ കുറയുമോ? ഓക്കെ, കൂടും. ശരി, കൂടുമെങ്കിൽ എന്താണ് അതിന്റെ കാരണം? എന്താണ്, എന്തുകൊണ്ട് കൂടുന്നു? ആറ്റത്തിന്റെ വലിപ്പം മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്തുകൊണ്ട് കൂടുന്നു? ഷെല്ലുകൾ കൂടുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ആൻസർ കേട്ടോ. അപ്പൊ ഓർക്കുക, ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് എന്ത് സംഭവിക്കുന്നു? താഴോട്ട് ചോദിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യാണ്? കൂടുന്നു. അതിന് റീസൺ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഷെല്ലുകൾ കൂടുന്നു. കാര്യം നമുക്കറിയാം, ഇപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് എടുത്താൽ ഹൈഡ്രജനെ അങ്ങ് മാറ്റി നിർത്തുക. ഹൈഡ്രജൻ അങ്ങനെ നമുക്ക് ഒന്നാമത്തെ ഗ്രൂപ്പിൽ പറയാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് വരുന്ന മൂലകം ലിഥിയം. ലിഥിയത്തിന്റെ താഴെ വരുന്ന സോഡിയമാണ്. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3, സോഡിയത്തിന്റെ 11 ആണ്. അപ്പൊ ലിഥിയത്തിന്റെ കോൺഫിഗറേഷൻ 2-1 എന്ന് വരും. സോഡിയത്തിൻ്റെത് 2-8-1. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ലിഥിയത്തിനാകെ 2 ഷെല്ലേ ഉള്ളൂ. സോഡിയത്തിന് താഴോട്ട് വന്നപ്പോൾ 3 ഷെല്ലായി. സോഡിയത്തിന് താഴെ വരുന്നതാണ് പൊട്ടാസ്യം. പൊട്ടാസ്യം 19 ആണ്. അപ്പോൾ 2-8-8-1 എന്ന് വരും. പൊട്ടാസ്യത്തിന് താഴോട്ട് വന്നപ്പോൾ 4 ഷെല്ലായി. അപ്പോൾ സ്വാഭാവികമായും ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഷെല്ലിന്റെ എണ്ണം കൂടുന്നത് കൊണ്ട് ആറ്റത്തിന്റെ വലിപ്പം എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ ഗ്രൂപ്പിലെ കാര്യം പറഞ്ഞത്, ആറ്റത്തിന്റെ വലിപ്പത്തിന്റെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പീരീഡിലെ കാര്യം പറഞ്ഞ്, പീരീഡിൽ ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുമോ കുറയുമോ? പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുമോ കുറയുമോ? ഓക്കെ, കുറയുന്നു. കറക്റ്റ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ എഴുതുവാണ്. ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. എന്താണ് കാരണം? റീസൺ എന്താണ് പറയാമോ? എന്തുകൊണ്ട് ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു? അട്രാക്ഷൻ കൂടും. ഓക്കെ, മതി. അപ്പൊ ന്യൂക്ലിയസിന്റെ ആകർഷണം കൂടുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ആറ്റത്തിന്റെ വലിപ്പം കുറയും. അപ്പൊ ശ്രദ്ധിച്ചേ, നമുക്ക് ഇടത് ഭാഗത്തെ മൂലകം ലിഥിയമാണ്. ഇടത് ഭാഗത്തേക്ക് സെക്കൻഡ് പീരീഡിന്റെ കാര്യമാണ് പഠിക്കുന്നത്. സെക്കൻഡ് പീരീഡിൽ ഇടത് ഭാഗത്ത് ലിഥിയം. വലത് ഭാഗത്ത്, ഏറ്റവും വലത് ഭാഗത്ത് നിൽക്കുന്നത് നിയോൺ ആണ്. പക്ഷെ നമ്മൾ നിയോണിന്റെ കാര്യം എടുക്കേണ്ട. നിയോൺ ഒരു നോബൽ ഗ്യാസ് ആയതുകൊണ്ട് അവർ ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി ഒരു സെപ്പറേറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ നിയോണിന്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന മൂലകം ഫ്ലൂറിൻ ആണ്. 17ാമത്തെ ഗ്രൂപ്പിലെ ഫ്ലൂറിൻ. ഓക്കെ,
അപ്പൊ ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3, ഫ്ലോറിൻ്റെത് 9. ലിഥിയം 2.1, ഫ്ലോറിൻ 2.7. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം 2 ഷെല്ലുകളാണ് 2 പേർക്കും ഉള്ളത്. ലിഥിയത്തിനും 2 ഷെല്ല്, ഫ്ലോറിനും 2 ഷെല്ല്. അതുകൊണ്ട് ഷെല്ലിന്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ലിഥിയത്തിനാണെങ്കിൽ ഇവിടെ തന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ഫ്ലൂറിന്റെ കേസ് വരുമ്പോൾ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയസിന് 1 ഇലക്ട്രോൺ ഉള്ള ഷെല്ലിനെ അട്രാക്ട് ചെയ്യാൻ വലിയ ഊർജ്ജമൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അട്രാക്ട് ചെയ്ത് വെക്കാൻ പറ്റും. എന്നാൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകും തോറും ഒരു ഷെല്ലിനകത്ത് തന്നെ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരെ അട്രാക്ട് ചെയ്ത് നിർത്തണമെങ്കിൽ ന്യൂക്ലിയസ് ഒരുപാട് ഊർജ്ജം എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ ന്യൂക്ലിയസിന്റെ അട്രാക്ടിങ് പവർ കൂടും. അങ്ങനെ കൂടുന്നതിന്റെ ഫലമായി ഷെല്ല് ചുരുങ്ങുകയും ആറ്റത്തിന്റെ വലിപ്പം കുറയുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ ഇത്രേ ഉള്ളൂ. ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസിന്റെ ആകർഷണ ബലം കൂടുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഗ്രൂപ്പും പീരീഡും ആറ്റത്തിന്റെ വലിപ്പവും അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മുടെ ആറ്റത്തിന്റെ വലിപ്പത്തിന്റെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. ഇപ്പൊ ഈ പഠിച്ച കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അടുത്ത അയോണീകരണ ഊർജ്ജവും അതുപോലെ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും പറയാൻ സാധിക്കും. അടുത്തത് അയോണീകരണ ഊർജ്ജമാണ്. ഓക്കെ, അറിയാമോ? നിങ്ങൾക്ക് ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ അറിയാമെങ്കിൽ പറയുക. അയോണീകരണ ഊർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്? അയോണീകരണ ഊർജ്ജം, അയണൈസേഷൻ എനർജി. പറയാമോ? ഡെഫിനിഷൻ പറയാമോ? ഓക്കെ, ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ വേണ്ടുന്ന ഊർജ്ജം അത് തന്നെയാണ്. അപ്പൊ കുറച്ചുകൂടി അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഒരാറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്നും ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ പിൻവലിക്കാൻ വേണ്ടുന്ന ഊർജ്ജമാണ് അയോണീകരണ ഊർജ്ജം. അതായത് ഒരു ആറ്റം ഇപ്പൊ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ പിൻവലിക്കാൻ വേണ്ടുന്ന ഊർജ്ജത്തിനെയാണ് നമ്മൾ അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നു. ഓക്കെ, ഡെഫിനിഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരാറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ പിൻവലിക്കാൻ വേണ്ടുന്ന ഊർജ്ജമാണ് അയോണീകരണ ഊർജ്ജം. പിന്നെ നിങ്ങൾ പറയണം, ഇത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അയോണീകരണ ഊർജ്ജം കൂടുമോ കുറയുമോ? ഒരാറ്റത്തിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. കുറയും. ഓക്കെ, ശരി, കുറയുമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം? എന്താണ് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയാനുള്ള കാരണം? വലിപ്പം കൂടും. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പഠിച്ച ഡെഫിനിഷൻ വെച്ച് തന്നെ ഇത് ഓർത്താൽ മതി. ഷെൽ നമ്പർ കൂടുന്നു. ഓക്കെ, അതായത് ഒരാറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണിനെ പിൻവലിക്കാൻ കൊടുക്കുന്ന ഊർജ്ജമാണ് അയോണൈസേഷൻ എനർജി. അപ്പൊ ഇതിപ്പോ പറഞ്ഞതുപോലെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഷെല്ല് കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഷെല്ല് കൂടുന്തോറും ഈ ന്യൂക്ലിയസിന് അവസാനത്തെ ഷെല്ല് വരെയുള്ള അട്രാക്ടിങ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഊർജ്ജം കൊടുത്താൽ മതി, എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇലക്ട്രോണിനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും, പിൻവലിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആറ്റത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ആൻസർ. അപ്പൊ ഓർക്കുക, അയോണീകരണ ഊർജ്ജം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കുറയുന്നു. ഇനി പീരീഡിലെ കാര്യം പറയാമോ? ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് സംഭവിക്കും പീരീഡിലാണെങ്കിൽ? അയോണീകരണ ഊർജ്ജം കൂടുമോ കുറയുമോ? കൂടും. ഓക്കെ, അയോണീകരണ ഊർജ്ജം ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ കൂടും. അതിന്റെ കാരണം എന്താണ്? റീസൺ എന്തായിരിക്കും? റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഷെൽ നമ്പർ കൂടുന്നില്ല. ഷെൽ നമ്പർ പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഷെൽ നമ്പർ കൂടുന്നില്ല, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടും. അതാണ് ഓർത്തിരിക്കേണ്ടത്, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ. കേട്ടോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ന്യൂക്ലിയസ് ഷെല്ലിനെ അട്രാക്ട് ചെയ്ത് വെച്ചേക്കാണ് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നിടത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ പെട്ടെന്ന് പോയി പിൻവലിക്കാൻ പറ്റുമോ? സാധിക്കത്തില്ല. അതിന് ഒരുപാട് ഊർജ്ജം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൊടുക്കേണ്ടി വരും. സോ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് അയോണൈസേഷൻ എനർജി ഇൻക്രീസസ്. കാരണം ന്യൂക്ലിയസിന്റെ ചാർജ് വളരെ കൂടുതലായതുകൊണ്ട് അയോണീകരണ ഊർജ്ജം കൂടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ക്ലിയർ ആയോ?
ഓക്കെ, അപ്പൊ ഇവിടെ അയോണീകരണ ഊർജ്ജത്തിന്റെ കാര്യം അത്രയേ ഉള്ളൂ. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുകയും പീരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ അയോണീകരണ ഊർജ്ജം കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോ ആ കൺസെപ്റ്റ് കഴിഞ്ഞു. അടുത്തത് നമ്മളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോ ശ്രദ്ധിച്ചേ, ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്താണ് സംഭവിക്കുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാമോ? ഇലക്ട്രോൺ സ്വീകരിക്കുന്നതല്ല. ഒന്നുകൂടി ആലോചിച്ച് നോക്കുകയും. ഇലക്ട്രോ നെഗറ്റിവിറ്റി വിട്ടുകൊടുക്കൽ ഓൾറെഡി കഴിഞ്ഞു. ഇവിടെ നമ്മൾ അയണൈസേഷൻ എനർജിയാണ് ഇലക്ട്രോണിനെ പിൻവലിക്കുന്നത്. ആ കാര്യം കഴിഞ്ഞു. അടുത്തത് ഇലക്ട്രോണിനെ നിലനിർത്തുന്നതുമല്ല. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പൊ പറയാം, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരാറ്റത്തിന്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ദ എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. പങ്കുവെക്കപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോൺ ജോഡിയെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരാറ്റത്തിന്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, വിട്ടുകൊടുക്കുന്നതുകൊണ്ട്, വാങ്ങിക്കുന്നതുകൊണ്ട്, പങ്കുവെക്കുന്നതുകൊണ്ട്. അപ്പൊ ഇവിടെ പങ്കുവെക്കുന്ന കാര്യമാണ്. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഒരു ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ, ഇപ്പോ കാർബണും ക്ലോറിനും തന്റെ ഓരോ ഇലക്ട്രോണിനെ പരസ്പരം എന്ത് ചെയ്യാണ്? പങ്കുവെക്കുകയാണ്. കാർബണിന്റെ ഒരു ഇലക്ട്രോണും ക്ലോറിന്റെ ഒരു ഇലക്ട്രോണും. ഓക്കെ, അപ്പൊ ഇതിന് രണ്ടുപേരും തുല്യ അവകാശികളാണ്. കാർബൺ എന്ത് ചെയ്യുന്നു? കാർബണിന്റേതുമാണ്, അതുപോലെ തന്നെ ക്ലോറിന്റേതുമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഈ ഇലക്ട്രോൺ ജോഡിയെ മൊത്തമായിട്ട് തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ എന്തിനു ശ്രമിക്കും? ഈ രണ്ട് ഇലക്ട്രോണിനെ തന്റെ അടുത്തേക്ക് നിർത്താനായിട്ട് ശ്രമിക്കും. അതുപോലെ ആരും ശ്രമിക്കും? ക്ലോറിനും ശ്രമിക്കും. അപ്പോൾ ആർക്കാണോ ആ പവർ കൂടുതൽ, അയാളുടെ സമീപത്തേക്ക് ആ ഇലക്ട്രോൺ ജോഡിക്കൊരു ചായ്വുണ്ടാകും. അപ്പൊ അതിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ +1 +2 സയൻസ് പഠിച്ചിട്ടുള്ള അറിയാം. നിങ്ങൾ ഇങ്ങനെ ഒരു സിമ്പിൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഡെൽറ്റ നെഗറ്റീവ് എന്നും ഡെൽറ്റ പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതൊക്കെ ഇതിന്റെ കാര്യങ്ങളാണ്. അതായത് ആർക്കാണോ ഈ പവർ കൂടുതലുള്ളത് അയാളുടെ ഭാഗത്തേക്കായിരിക്കും ആ ഇലക്ട്രോൺ ജോഡി നിൽക്കുന്നത്. അവർക്ക് പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, പൂർണ്ണമായിട്ടല്ല പാർഷ്യൽ നെഗറ്റീവ് ചാർജ്. കാരണം പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ എടുത്തോണ്ട് പോകണം, അങ്ങനെ പോകുന്നില്ല. അപ്പൊ ഷെയർ ചെയ്ത് നിർത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പാർഷ്യൽ നെഗറ്റീവും വിട്ട് തന്റെ കയ്യിൽ നിന്ന് പോകുന്നവർക്ക് പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ. പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡി, ഓക്കെ ഒന്നുകൂടി പറയാം, പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡി, ഒരു ഇലക്ട്രോണിനെ രണ്ടുപേരും കൂടി പങ്കുവെച്ചിരിക്കുകയാണ്. അങ്ങനെ പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ തന്നിലേക്ക് മാത്രമായി അടുപ്പിക്കാനുള്ള ഒരാറ്റത്തിന്റെ കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഈ ഷെയർ ചെയ്തിരിക്കുന്ന രണ്ട് ഇലക്ട്രോണിനെയും അട്രാക്ട് ചെയ്യാനുള്ള ആഗ്രഹം കാർബണും ഉണ്ട്, അതുപോലെ തന്നെ ക്ലോറിനും ഉണ്ട്. അതിൽ ആർക്കാണോ ഈ ഇലക്ട്രോൺ നെഗറ്റീവ് അല്ലെങ്കിൽ അട്രാക്ടിങ് പവർ ആർക്കാണോ കൂടുതൽ, അവരുടെ സമീപത്തേക്ക് ഇലക്ട്രോൺ ജോഡി നിൽക്കും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഡെഫിനിഷൻ മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡിയെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരാറ്റത്തിന്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പഴയതുപോലെ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമോ കുറയുമോ? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുമോ കുറയുമോ? പറയാമോ? സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോ എല്ലാം ഓൾറെഡി പഠിച്ചിരിക്കുകയാണ്. ഓക്കെ, കുറയും. ശരി, കുറയും. എന്തുകൊണ്ടാണ്? റീസൺ എന്താണ്? റീസൺ എന്ത് കാരണം? എന്തുകൊണ്ട് കുറയുന്നു? കുറയും. ഓക്കെ, എന്താണ് കാരണം കിട്ടുന്നുണ്ടോ? ഷെല്ലിന്റെ വലിപ്പം. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നമുക്ക് ഇവിടെ പുതിയതായിട്ട് ഉള്ള റീസൺസ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഓൾറെഡി അറ്റോമിക് സൈസ് പഠിച്ചപ്പോൾ പറഞ്ഞ റീസൺ തന്നെ നമുക്കുള്ളൂ. ആ റീസൺ ഉപയോഗിച്ച് നമ്മൾ തിങ്ക് ചെയ്ത് ചിന്തിച്ചിട്ട് പറയുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്നറിയാം നിങ്ങൾക്ക് ഇപ്പോ. കാരണം ഷെയർ ചെയ്ത ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ആറ്റത്തിന്റെ കഴിവാണ്. ഒരു ആറ്റത്തിന് അട്രാക്ഷൻ പവർ കൂടണമെങ്കിൽ ആർക്ക് പവർ ഉണ്ടായിരിക്കണം?
ന്യൂക്ലിയസിന് പവർ ഉണ്ടായിരിക്കണം ഇല്ലേ? അപ്പൊ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഷെല്ലിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ന്യൂക്ലിയസിന്റെ പവർ എന്താണ്? വളരെ കുറവാണ്. ന്യൂക്ലിയസിന് ആകർഷിക്കാനുള്ള കഴിവ് കുറവാണ്. അതുകൊണ്ട് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയുന്നു. കാരണം ഇത് തന്നെയാണ്, ഷെല്ല് എണ്ണം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഷെല്ലിന്റെ എണ്ണം എന്ത് ചെയ്യാണ്? കൂടുന്നു. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയുന്നതിന്റെ കാരണം ഷെല്ലിന്റെ എണ്ണം കൂടുന്നതാണ്. അപ്പോൾ പീരീഡിലോ പറഞ്ഞ ലെഫ്റ്റ് ടു റൈറ്റ് പീരീഡിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് കൂടുമോ കുറയുമോ? ഓക്കെ, കൂടും. ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ കൂടും. കാരണം എന്തായിരിക്കും? റീസൺ എന്താണ്? റീസൺ എന്താ? വേറെ റീസൺ ഒന്നുമില്ല. ന്യൂക്ലിയർ അട്രാക്ഷൻ ഇല്ലേ? ന്യൂക്ലിയസിന്റെ ആകർഷണം ഇടത്തു നിന്നും വലത്തേക്ക് വളരെ കൂടി നിൽക്കുകയാണ്. അത് കാരണം അത്രത്തോളം അട്രാക്ടിങ് പവർ ആണ്. അതുകൊണ്ട് ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് വെക്കും. അതുകൊണ്ട് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നു. എങ്കിൽ നിങ്ങൾക്ക് പറയാമോ? ചുമ്മാ അതുകൊണ്ടായി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ കാർബണും ക്ലോറിനും ഉണ്ട്. ആരുടെ സമീപത്തേക്കായിരിക്കും ഇലക്ട്രോൺ കൂടുതൽ നിൽക്കുക? കാർബണിന്റെ സമീപത്താണോ ക്ലോറിന്റെ ആയിരിക്കുമോ? ക്ലോറിൻ. ഓക്കെ, നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞപ്പോൾ തന്നെ എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞായിരുന്നു ഡെൽറ്റ നെഗറ്റീവ് എന്ന് ക്ലോറിന്റെ മുകളിലാണ് ഇട്ടത്. ഓക്കെ, അപ്പോ അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. കാർബൺ 14ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. വലതുഭാഗത്ത് ഇരിക്കുന്ന ക്ലോറിൻ 17ാമത്തെ ഗ്രൂപ്പാണ്. സോ ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തുനിന്ന് വലത്തേക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുകയാണ്. അതുകൊണ്ട് ക്ലോറിന്റെ സമീപത്തേക്കായിരിക്കും ഇലക്ട്രോൺ ചായ്വ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന കൺസെപ്റ്റ്. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു ആറ്റത്തിന്റെ പങ്കുവയ്ക്കപ്പെട്ട ഒരു ഇലക്ട്രോൺ ജോഡിയെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയുകയും പീരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുകയും ചെയ്യുന്നു. ഇനി അടുത്ത ചോദ്യം, ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കണ്ടുപിടിച്ച ആരാണ്? ഏത് സയന്റിസ്റ്റ് ആണെന്നറിയാമോ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന കൺസെപ്റ്റ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് സോഡിയല്ല, ലിനസ് പോളിംഗ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ലിനസ് പോളിംഗ്. ഓക്കെ, ലിനസ് പോളിംഗ് കണ്ടുപിടിച്ചു. ഏത് മൂലകത്തിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത്? ഏത് മൂലകത്തിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ? ഓക്കെ, ആൻസർ ഫ്ലോറിൻ ആണ്. ഫ്ലോറിൻ. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ട് ഫ്ലോറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഫ്ലോറിൻ കിടക്കുന്നത് എവിടെയാണ്? 17ാമത്തെ ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസിങ് ആണ്. അപ്പൊ ഫ്ലോറിൻ കിടക്കുന്നു 17ാമത്തെ ഗ്രൂപ്പിൽ. അത് കൂടാതെ 17ാമത്തെ ഗ്രൂപ്പിന്റെ ഏത് പൊസിഷനിലാണ് ക്ലോറിൻ ഇരിക്കുന്നത്? ടോപ്പ് പൊസിഷൻ, മുകളിലാണ്. അപ്പൊ മുകളിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയും. അപ്പൊ ഫ്ലോറിൻ ഇരിക്കുന്നത് ഏറ്റവും മുകളിലുമാണ്, അതുപോലെ തന്നെ ഏറ്റവും വലതു ഭാഗത്തുമാണ്. അതുകൊണ്ടാണ് ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലോറിൻ ആണ്. നമ്മൾ ഈ ഭൂരിഭാഗം പേര് ജസ്റ്റ് GK പഠിത് കാണാതെ പഠിച്ചു പോകത്തേ ഉള്ളൂ. പക്ഷെ ഇതാണ് ഇതിന്റെ പിന്നിലെ തിയറി എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഏറ്റവും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ മൂലകം ഫ്ലോറിൻ. ഇനി നിങ്ങൾക്ക് പറയാമോ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം എവിടെ വരും? പേര് പറഞ്ഞില്ലെങ്കിലും സാരമില്ല, ഏത് പൊസിഷനിൽ വരും? എവിടെ വരും എന്ന് പറയാമോ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം ഫസ്റ്റ് ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ എവിടെ വരും? മുകളിൽ വരുമോ താഴെ വരുമോ? താഴെ വരും. ശരിയാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതായത് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ താഴെയാണ് ഏത് വരുന്നത്? നമ്മുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ താഴെ. പക്ഷെ രണ്ട് മൂലകങ്ങളുടെ പേര് പറയുന്നുണ്ട്, സീസിയം ആൻഡ് ഫ്രാൻസിയം. കാരണം ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് സീസിയവും ഫ്രാൻസിയവും എന്താണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ താഴെ വരുന്നതാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം ആൻഡ് ഫ്രാൻസിയം, ഇത്രയും മൂലകങ്ങളാണ് വരുന്നത്. അപ്പൊ അതിൽ സീസിയം, ഫ്രാൻസിയം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകങ്ങൾ. ഏറ്റവും കൂടിയ മൂലകം ഫ്ലോറിൻ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയോ? നമ്മുടെ ആറ്റോമിക് സൈസ്, അയോണൈസേഷൻ എനർജി, അതുപോലെ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഓക്കെ ആണോ? ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ അത്രയാണ് പ്രധാനമായും നമുക്ക് ആ ഒരു വർഗീകരണം എന്നുള്ള ഭാഗത്തുനിന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഷെൽ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം, അതിന്ന് തീരത്തില്ല. അതിന്റെ എന്തായാലും അതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം. ഓക്കെ, ഷെല്ല്. അപ്പോ നിങ്ങൾ പറയാ, ഷെല്ല് എത്ര ഷെല്ലുണ്ട് നമുക്കിപ്പോൾ? പ്രധാനമായി എത്ര ഷെല്ലുകളുണ്ട്?
എത്ര ഷെല്ലുണ്ട് നമുക്കിപ്പോ നിലവിൽ എത്ര ഷെല്ലുകൾ ഉണ്ട്? ഓക്കെ, 4 ഷെല്ലുകൾ. കറക്റ്റ് ആണ്. ഷെല്ലുകളുടെ എണ്ണം 4. ഏതൊക്കെയാണ് ആ ഷെല്ലുകൾ പറയാമോ? ഏതൊക്കെ ഷെല്ലുകളാണ്? കെ എൽ എം എൻ. ഓക്കെ, കെ എൽ എം എൻ എന്ന് പറഞ്ഞാൽ 4 ഷെല്ലാണ് ഉള്ളത്. ഇനി കെയുടെ ഷെൽ നമ്പർ, ഇത് ഒന്നാമത്തെ ഷെല്ല്, എൽ രണ്ടാമത്തത്, എം മൂന്നാമത്തത്, എൻ എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ലാണ്. ഈ കെ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് അറിയാമോ? എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഓക്കെ, 2 ഇലക്ട്രോണുകൾ. എല്ലിനകത്തോ? എല്ലിൽ എത്ര ഉണ്ട്? 8 ഇലക്ട്രോണുകൾ. എല്ലിനകത്ത് 8. ഓക്കെ, എമ്മിനകത്തോ? എമ്മിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 16 ആണോ 18 ആണോ? ഉറപ്പിക്കുക. ഏതാ? എമ്മിനകത്ത് എത്ര ഉണ്ട്? ഓക്കെ, മെജോറിറ്റി 18 ആണ്. ശരി, എങ്കിൽ 18. എമ്മിനകത്ത് 18. എന്നിനകത്തോ? എന്നിൽ എത്ര ഉണ്ട്? 32 ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു വെച്ചെഴുതി. കെക്കകത്ത് 2, എല്ലിനകത്ത് 8, എമ്മിൽ 18, എന്നിൽ 32. നമ്മൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഷെല്ലുകളിലെ ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഓക്കെ, അപ്പോ ഷെല്ലുകളിലെ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വാക്യമാണ് 2n² എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഷെല്ലുകളിനകത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വാക്യമാണ് 2n². അതിൽ n എന്ന് പറയുന്നത് ഷെല്ലിന്റെ നമ്പർ ആണ് എന്ന് ഓർക്കുക. n എന്ന് പറഞ്ഞാൽ ഷെല്ലിന്റെ നമ്പർ. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഷെൽ എന്ന് പറഞ്ഞാൽ 2 × 1ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. 1 × 2 2 എന്ന് വരും. ഓക്കെ, രണ്ടാമത്തെ ഷെൽ നമ്പർ 2 ആണ്. 2 × 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ 4, 4 × 2 8. എം എന്ന് പറയുന്ന മൂന്നാമത്തെ. നിങ്ങൾ ആരോ ഒരാൾ കമന്റ് 16 എന്നൊക്കെ ഇട്ടില്ലേ? അത് ഡൗട്ട് വരുമ്പോഴാണ്. ഇപ്പൊ 16 ഒക്കെ ഓപ്ഷനിൽ കാണും, അപ്പൊ നമുക്ക് തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഫോർമുല മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഷെല്ലാണെന്ന് നമുക്കറിയാം. അപ്പൊ ജസ്റ്റ് 2 × 3ന്റെ സ്ക്വയർ ഒന്ന് ഓർത്താൽ മതി. 3ന്റെ സ്ക്വയർ 9, 9 × 2 എത്ര വരും? 18 എന്ന് വരും. അതുപോലെ 4 ആകുമ്പോൾ 4ന്റെ സ്ക്വയർ 16, 16 × 2 32 എന്ന് വരും. അങ്ങനെയാണ് നമ്മൾ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഷെല്ലിനകത്തെ ഇലക്ട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന കാര്യം ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ നിർത്താം. അപ്പൊ ഇത്രയും വരെ നമ്മൾ ഷെല്ലും ഇലക്ട്രോണിന്റെ എണ്ണവും പഠിച്ചു. ഇനി കെ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിന് ഒരു സബ് ഷെല്ലുണ്ട്. അത് ഏതാന്ന് പറയാമോ? കെ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിന്റെ സബ് ഷെല്ല് കിട്ടുന്നുണ്ടോ? കെ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിനകത്തുള്ള സബ് ഷെൽ. ഓക്കെ, കറക്റ്റ് ആണ്. കെ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിൽ ഉള്ള സബ് ഷെല്ലാണ് ഏത്? യെസ്. ഒന്നാമത്തെ ഷെല്ലിന്റെ സബ് ഷെൽ ആയതുകൊണ്ട് അതിനെ 1s എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഷെല്ലിന്റെ സബ് ഷെൽ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ 1s എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ടെന്ന് പറയാമോ? രണ്ടാമത്തെ ഷെല്ലിനകത്ത് എത്ര സബ് ഷെൽ ഉണ്ട്? 2 സബ് ഷെല്ലുകൾ. ഏതൊക്കെയാണെന്ന് അറിയാമോ? രണ്ടാമത്തെ ഷെല്ലിലെ 2 സബ് ഷെല്ലുകൾ. ഓക്കെ, എസും പിയുമാണ്. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിലെ 2 സബ് ഷെല്ലുകൾ എസ് പി, 2s 2p ആണ്. ഓക്കെ, 2s ഉം 2p. മൂന്നാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെൽ ഉണ്ടെന്ന് പറയാമോ? മൂന്നാമത്തെ ഷെല്ലിൽ ഓക്കെ 3 എണ്ണം. ഏതൊക്കെയാന്ന് ചോദിച്ചാൽ എസ്, പി, ഡി എന്നിങ്ങനെ 3 സബ് ഷെല്ലുണ്ട്. മൂന്നാമത്തെ ഷെല്ലിന്റെ ആയതുകൊണ്ട് 3s 3p 3d എന്ന് പറയുന്നു. ഓക്കെ, നാലാമത്തെ ഷെല്ലിനകത്ത് എത്ര സബ് ഷെൽ ഉണ്ടെന്ന് പറയാമോ? നാലാമത്തെ ഷെല്ലില് 4 സബ് ഷെല്ലുകളാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എസ്, പി, ഡി, എഫ്. നാലാമത്തതായതുകൊണ്ട് 4s 4p 4d 4f എന്നിങ്ങനെ 4 സബ് ഷെല്ലുകൾ. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ഷെല്ല് ഒരു സബ് ഷെല്ലേ ഉള്ളൂ 1s. രണ്ടാമത്തെ ഷെല്ല് 2 എണ്ണം എസും പിയും 2s ഉം 2pയും. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ല് 3s 3p 3d. നാലാമത്തേതിൽ 4 എണ്ണം 4s 4p 4d ആൻഡ് 4f. ഇനി ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ സബ് ഷെല്ലായ എസിൽ പരമാവധി 2 ഇലക്ട്രോണേ ഉൾക്കൊള്ളൂ. രണ്ടാമത്തേതിനകത്ത് എസിൽ മാക്സിമം 2 പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ എസിൽ 2 കഴിഞ്ഞാൽ പിയിൽ എത്ര വരും? നിങ്ങൾ തന്നെ പറഞ്ഞേ, പിയിൽ എത്ര വരും? എത്ര വരും? 6 ഇലക്ട്രോൺ. പിയില് 6 വരത്തുള്ളൂ. മൂന്നാമത്തേലേക്ക് വരുമ്പോൾ എസിൽ 2, പിയിൽ 6, 6 2 8 ആയിട്ടുണ്ട്. അപ്പൊ ഡിക്കകത്ത് എത്ര വരും? ഡിക്കകത്ത് 10 ഇലക്ട്രോണുകൾ അല്ലെ? ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് 10 ഇലക്ട്രോൺ വരും. ഓക്കെ, അടുത്തത് 4 ആകുമ്പോൾ എസ് 2, പി 6, ഡി 10, 18 ആയിട്ടുണ്ട്. എഫിൽ പിന്നെ എത്ര വരുന്നു?
14 ഇലക്ട്രോണുകൾ വരുന്നു. എഫ് എന്ന സബ്ഷെല്ലിൽ 14. അപ്പൊ ഇവിടെ എല്ലാം ചോദ്യങ്ങളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ടെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ മൂന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെൽ അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ എസ് എന്ന സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? 2. ഡി എന്ന സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? 10. ഇനി അതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ആണെന്ന് തോന്നുന്നു, കഴിഞ്ഞ LPUP അസിസ്റ്റന്റിന്റെ എക്സാം, അതിനകത്ത് ചോദിച്ച ചോദ്യമാണ് ഒരാറ്റത്തിന്റെ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ്? ചോദ്യം ശ്രദ്ധിക്കണം. ഒരാറ്റത്തിന്റെ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: 2, 6, 10, 14. നിങ്ങൾ പറയാം, ഏതാണ് ആൻസർ? പഠിച്ചിട്ടിരിക്കുമല്ലേ? ഓക്കെ, രണ്ടെന്ന് കമന്റ് വന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? മിക്ക ആൾക്കാരും ഇതിന്റെ കൃത്യമായിട്ട് ചിന്തിക്കാത്ത മിക്ക ആൾക്കാരും 2 ഉത്തരം എഴുതി നെഗറ്റീവ് അടിച്ചവരുണ്ട്. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. കാരണം ആ ചോദ്യം എന്ന് പറഞ്ഞാല് ഒരാറ്റത്തിന്റെ സബ്ഷെൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏത് ആറ്റമെന്നോ അല്ലെങ്കിൽ ഏത് ഷെല്ലെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഒരാറ്റം, ഏത് ആറ്റവും ആയിക്കോട്ടെ, ഒരാറ്റത്തിന്റെ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഒരാറ്റത്തിന് ഏതെല്ലാം സബ്ഷെല്ലുണ്ട്. നമുക്കിപ്പോ നിലവിലുള്ള സബ്ഷെൽ എന്ന് പറഞ്ഞാൽ SPDF ആണ്. ഓക്കെ, അപ്പൊ എഫ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സബ്ഷെൽ തീരുന്നത് എഫിലാണ്. അപ്പോൾ എഫിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 14. അപ്പോൾ ഒരാറ്റത്തിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന, ഒരാറ്റത്തിന്റെ സബ്ഷെല്ലിൽ പരമാവധി, ഓക്കെ, ആൻസർ കീഴില് 2 അല്ല ആൻസർ കേട്ടോ, 14 ആണ്. അത് ഓർത്തിരിക്കുക. ഒരാറ്റത്തിന്റെ എന്താ സബ്ഷെൽ, അതെ, ഒരാറ്റത്തിന്റെ സബ്ഷെൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആൻസർ 14 ആണ് കേട്ടോ. 14 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അതേ സമയം എസ് സബ്ഷെൽ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ 2 കറക്റ്റ് ആണ്. പി എന്ന് ചോദിച്ചാൽ 6 കറക്റ്റ് ആണ്. ഡി ആണ് ചോദിക്കുന്നെങ്കിൽ 10 എന്ന് എഴുതാം. എഫ് ആണ് 14. ഓക്കെ, 14 ആണ് ചെയ്തത്. ഓക്കെ, 14 ആണ് കറക്റ്റ് കേട്ടോ. അങ്ങനെയാണ് ആ ചോദ്യം മീൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരാറ്റത്തിന്റെ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് നിർത്താം. ഇനി ഇവിടുന്നാണ് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം പഠിക്കണം. അവിടുന്ന് ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കായ ഏതാ, ധാതുക്കളും അയിരുകളും ധാതുക്കളും എന്ന് വെച്ചാൽ ലോഹങ്ങൾ എന്ന പറഞ്ഞ ഭാഗമാണ് അവിടെ വരുന്നത്. പിന്നുള്ളത് നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അത് അതിനെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. പിന്നെ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു നാലാമത്തെ ടോപ്പിക്ക്? ക്വസ്റ്റ്യൻ ക്യാൻസൽ. അതിനെക്കുറിച്ച് എനിക്ക് അത്ര ഒരു ഇത് പോരാ. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണോ എന്നുള്ളത് പിന്നെ പോകാം. ഓക്കെ, തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിന്റെ ഇതാണ് ചോദിച്ചത്, സബ്ഷെൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കൃത്യമായി ഏത് സബ്ഷെൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന്റെ ആൻസർ വരേണ്ടത് 14 ആണ്. അതുകൊണ്ടാണ് ഇനി ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംശയം വന്നിട്ടുള്ളതുകൊണ്ട് ക്യാൻസൽഡ് ആണോ എന്ന് എനിക്കറിയില്ല ചോദ്യം. ഓക്കെ, അപ്പോ നമ്മുടെ ടോപ്പിക്ക് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നമ്മുടെ മെറ്റൽസ് ഉണ്ട്, അതുപോലെ ഹൈഡ്രജൻ, ഓക്സിജൻ, പിന്നെ അതുപോലെ തന്നെ വേറെ ഏതായിരുന്നു, നിത്യജീവിതത്തിലെ രസാന്തരം എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അപ്പൊ വർഗീകരണമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഏകദേശം അല്ല, കഴിഞ്ഞു അത്. പിന്നെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഏതാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഈ പറഞ്ഞ 4 ടോപ്പിക് അല്ലാതെ കെമിസ്ട്രിയിൽ 5ാമത്തെ ടോപ്പിക് അത് വിട്ടുപോയി. ആയിക്കോട്ടെ, എന്തായാലും ആ ടോപ്പിക്ക് നോക്കിയിട്ട് നമുക്ക് അതുകൂടി ഉണ്ട്. ഇത്രയും ടോപ്പിക്കാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും വരെ ആകട്ടെ. ഇത്രയും പഠിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ വർഗീകരണം മുതൽ ഷെല്ല് വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചു. ലാന്തനൈറ്റ്സ്, ആക്ടിനൈറ്റ്സ് സെയിം വലിപ്പമല്ലേ? എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഗ്രൂപ്പിനകത്തെ കാര്യമാണോ, പീരീഡിനകത്താണോ? ലാന്തനൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പീരീഡ് എലമെന്റ്സ് ആണ്. അതുകൊണ്ട് വലിപ്പത്തിന്റെ ഒരു കേസ് വരുന്നില്ല. ഒരു പീരീഡിൽ പോകുന്ന എലമെന്റ് ആണ്. PSC ആൻസർ 14. അത് ഞാൻ പറഞ്ഞ ആൻസർ. ഇപ്പൊ നേരത്തെ ഒരാൾ ഇവിടെ ആൻസർ കീഴിൽ 2 എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിരുന്നു. അതെനിക്കറിയില്ല. പക്ഷെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 14 ആണ്. PSC ആൻസർ കീയിലെ ആണോ 2 പറഞ്ഞെന്ന് അറിയില്ല. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഒരുപാട് സംശയം വന്നൊരു ചോദ്യമാണത്. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അതിന്റെ ആൻസർ പറഞ്ഞത് കേട്ടോ. ടെക്നീഷ്യം എങ്ങനെ 43 ആയി ഇല്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഈ പീരിയോഡിക് ടേബിളിനകത്ത് 92 മൂലകങ്ങൾ നാച്ചുറൽ എലമെന്റ്സ് ആണ് എന്ന് പറഞ്ഞാൽ 1 തൊട്ട് 92 വരെ നാച്ചുറൽ എലമെന്റ്സ് എന്നല്ല അർത്ഥം.
അതായത് ശ്രദ്ധിക്കണം, 118 മൂലകങ്ങളുള്ളതിൽ 92 എണ്ണമാണ് നാച്ചുറൽ എലിമെന്റ്സ്, അല്ലാതെ 1 നിന്ന് 92 എന്നല്ല. അപ്പൊ അതിനിടയ്ക്ക് വെച്ചിട്ടാണ് ഈ ടെക്നീഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ടെക്നീഷ്യത്തിന് അറ്റോമിക് നമ്പർ 43 കൊടുത്തിരിക്കുന്നു. ഓക്കെ. പിന്നെ ഏറ്റവും വലിയ പീരീഡ് ഇവിടെ കമന്റിൽ കണ്ടു. ഏറ്റവും വലിയ പീരീഡ് എന്ന് പറയുന്നത് 6ാമത്തെ പീരീഡ് ആണ്. അതിന്റെ സംശയമാണെങ്കിൽ 6ഉം 7ഉം പീരീഡ് ശ്രദ്ധിക്കുക. 6ഉം 7ഉം പീരീഡിൽ 32 മൂലകങ്ങളാണ് ഉള്ളത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് 6 പറയുന്നു എന്ന് ചോദിച്ചാൽ, 7ാമത്തെ പീരീഡിലെ പല മൂലകങ്ങൾക്കും ഇന്നും അതിന്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും 6ാമത്തെ പീരീഡ് 32 എലമെന്റ്, അതാണ് ഏറ്റവും ലോങ്സ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഞാൻ പറഞ്ഞ ചോദ്യത്തിന്റെ കാര്യം, അതിന്റെ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്തോ. ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ആൻസർ കീ, PSC ആൻസർ കീയിൽ എത്രയാണ്, 14 എന്നാണോ 2 എന്നാണോ കൊടുത്തേക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിന്റെ കറക്റ്റ് ആൻസർ ആ ചോദ്യം മീൻ ചെയ്യുന്നത് വെച്ചാണെങ്കിൽ അതിന്റെ ആൻസർ 14 വരത്തുള്ളൂ. ഓക്കെ. അപ്പോ വേറെ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? 2 എന്നാണ് കൊടുത്തത്. ഓക്കെ, ശരി. അറിയില്ല, ഫൈനൽ കീ വന്നോ എന്നുള്ളതും നോക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ LP UP അസിസ്റ്റന്റ് എഴുതിയിട്ടിരിക്കുന്നവരായിരുന്നില്ലേ? ശരി, ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ന് പഠിച്ച കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി. അപ്പൊ ഒരു ടോപ്പിക്ക് നമ്മുടെ തീർന്നു കേട്ടോ. നമ്മുടെ LDCയിലെ ഒരു ടോപ്പിക്ക് തീർന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക്